Hello everyone, welcome to Franklin's Lectures. I'm Fahim Ahmad. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേപ്പർ ഫിസിക്സ് ഫോർ ഫിസിക്കൽ ആൻഡ് ലൈഫ് സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്, ദാറ്റ് ഈസ് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. അതിലെ പാർട്ട് 1 വീഡിയോ ആണ് ഇത്. സോ നമ്മൾ മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസിലൂടെ ഒന്ന് കവർ ചെയ്യാം. ദെൻ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി മൊഡ്യൂൾ. ഓക്കെ, സോ നമ്മളെ സിലബസിൽ വരുന്നത് ഫസ്റ്റ് നമുക്ക് ഒപ്റ്റിക്കൽ പ്രോസസ്സസ് ആണ് വരുന്നത്. ഒപ്റ്റിക്കൽ പ്രോസസ്സസ് 3 ടൈപ്പാണ് ഉള്ളത്: അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ഒപ്റ്റിക്കൽ പ്രോസസ്സ് പഠിക്കാനുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിലെങ്ങനെയാണ്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ലേസർ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കും. ദെൻ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ, പമ്പിംഗ് മെക്കാനിസം, പിന്നെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ്. സോ ലേസറിൽ ഇത് ആണ് പഠിക്കാനുള്ളത്. ദെൻ കമ്മിങ് ടു അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട്, ലൈക്ക് ലേസറിനെ നമുക്ക് 2 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. സോ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ബേസിക് കമ്പോണൻസ് ഓഫ് ലേസർ പഠിക്കും. അതിൽ തന്നെ ആക്റ്റീവ് മീഡിയം ആൻഡ് ഒപ്റ്റിക്കൽ റെസൊണന്റ് ക്യാവിറ്റിനെ പറ്റി പഠിക്കും. ദെൻ നമ്മൾ എന്താണ് ലേസറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ലേസറിൽ പഠിക്കുകയാണ്. സോ ടൈപ്സ് ഓഫ് ലേസർ നമുക്ക് ഇവിടെ 3 ലേസേഴ്സ് ആണ് പഠിക്കാനുള്ളത്: റൂബി ലേസർ, CO2 ലേസർ ആൻഡ് സെമി കണ്ടക്ടർ ലേസർ. സോ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ലേസറും അപ്ലിക്കേഷൻസ് ഓഫ് ലേസറും. സോ ഇതാണ് എന്ത് ലേസറിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ റൂബി, CO2 ആൻഡ് സെമി കണ്ടക്ടർ ലേസർ പഠിക്കാനുണ്ട്. ആൻഡ് ദെൻ പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ്. സോ ഇതാണ് എന്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സിൽ ലേസർ പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി ഫൈബർ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിൽ പഠിക്കുന്നത് ഫസ്റ്റ് നമുക്ക് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ് എന്ന് പഠിക്കണം. എന്നിട്ട് എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ പ്രൊപ്പഗേഷൻ നടക്കുന്നത്, ലൈറ്റിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ പഠിക്കും. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ദെൻ ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് പഠിക്കും. ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് നമ്മൾ 2 ബേസിസിലാണ് പഠിക്കുന്നത്. ഒന്ന് സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് ഗ്രേഡിയന്റ് ഇൻഡെക്സ് ഫൈബർ, പിന്നെ അല്ലെന്ന് പറഞ്ഞാൽ സിംഗിൾ മോഡ് ഫൈബറും മൾട്ടി മോഡ് ഫൈബറും. സോ ഈ 4 ടൈപ്പ് ഓഫ് ഫൈബേഴ്സിനെ പറ്റി പഠിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്സിന്റെ കുറച്ച് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അത് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ആംഗിൾ, അതേപോലെ ന്യൂമറിക്കൽ അപ്പേച്ചർ. സോ ന്യൂമറിക്കൽ അപ്പേച്ചറിന്റെ കേസിൽ നമുക്ക് ഡെറിവേഷൻ പഠിക്കാനുണ്ട്. ആ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻസ് പഠിക്കും. പിന്നെ ഉള്ളത് നമുക്ക് ഫൈനലായിട്ട് ഫൈബർ ഒപ്റ്റിക്സിൽ പഠിക്കാനുള്ളത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാമും പഠിക്കാനുണ്ട്. അതാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. സോ മൊഡ്യൂൾ 1 ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. ഇനി ഈ മൊഡ്യൂളിന്റെ ആപ്ലിക്കേഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പക്ഷെ എന്നാലും മെയിൻ ലൈക്ക് മൊത്തത്തിൽ ഈ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ. പക്ഷെ നമുക്ക് ഈ മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്കുള്ളത് ടെലികമ്മ്യൂണിക്കേഷൻസിലാണ്. സോ ടെലികമ്മ്യൂണിക്കേഷൻസിൽ നമുക്ക് വരുന്ന എന്താണ് ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വൈഫൈ, ലാൻ കണക്ഷൻ ഒക്കെ ഇപ്പോൾ ഫൈബർ ഒപ്റ്റിക്സ് യൂസ് ചെയ്ത് കണ്ടാണ് ഇതാക്കുന്നത്. സോ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് സൈഡിലുണ്ട്. പിന്നെ ബിഗ് ഡേറ്റാ സെന്റേഴ്സിലും എന്താണ് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ അറിയുന്ന എന്താണ് ഈ ChatGPT ആയാലും എല്ലാ AI ഇതിലും എന്താണ് ബിഗ് ഡേറ്റാ സെന്റേഴ്സ് ആവശ്യമുണ്ട്. സോ അതിലൊക്കെ ഇപ്പോൾ എന്താണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ദെൻ അണ്ടർസീ കേബിൾസ്, നമ്മളുടെ ഈ ഇന്റർനെറ്റ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ കണക്ഷൻസ് ഒക്കെ അണ്ടർ വാട്ടർ ആണ് എല്ലാ കണക്ഷൻസും. അതൊക്കെ ഫൈബർ ഒപ്റ്റിക്സ് ആണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആൻഡ് മെറ്റീരിയൽ പ്രോസസ്സിംഗ് ആണ്. നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സിലും മെറ്റീരിയൽ പ്രോസസ്സിങ്ങിലും ഫൈബർ ഒപ്റ്റിക്സിൽ അല്ലെങ്കിൽ ലേസറിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പറഞ്ഞാൽ കട്ടിങ് ആൻഡ് വെൽഡിങ് നമ്മൾ ലേസർ വെച്ചാണ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേസർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോണ്ടാക്ട് ഇല്ല, നോ കോണ്ടാക്ട് പ്രോസസ്സാണ്. അപ്പം നമുക്ക് ഈ കട്ടിങ് ചെയ്യുമ്പോഴും വെൽഡിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇംപ്യൂരിറ്റീസ് ഇല്ലാതെ, ഇംപ്യൂരിറ്റീസ് കുറഞ്ഞാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. സോ അതൊരു ഭയങ്കര ഇതാണ്, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ലേസർ എൻഗ്രേവിംഗ് ആൻഡ് മാർക്കിംഗ്, പിന്നെ ആഡിറ്റീവ് മാനുഫാക്ചറിങ് 3D പ്രിന്റിംഗിൽ ലേസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയറിൽ നമുക്ക് അറിയുന്ന കുറച്ച് കേസസ് ഉണ്ട്. എന്താണ് ഫോർ എക്സാമ്പിൾ ലേസർ സർജറി, ലേസിക് സർജറി നമ്മളെ പറ്റി അറിയാം. അതിലെന്താണ് ലേസർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ തിമിരം അതേപോലെ ഹൈ റിലേറ്റഡ് ഒഫ്താൽമോളജിക് റിലേറ്റഡ് ഇഷ്യൂസ് ക്ലിയർ ചെയ്യാറ്. ദെൻ ഫൈബർ ഒപ്റ്റിക് എൻഡോസ്കോപ്പി ഉണ്ട്. ദെൻ തെറപ്യൂട്ടിക് ലേസേഴ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് വേണ്ടിയും അതേപോലെ റാഷസിന് വേണ്ടിയൊക്കെ ഇതാക്കുന്ന
ലേസേഴ്സ് ഉണ്ട്. ഈവൻ ടാറ്റു റിമൂവലിനൊക്കെ നമ്മൾ ലേസേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയറിലുള്ള ആപ്ലിക്കേഷൻ. ദെൻ സെൻസിങ് ആൻഡ് മെഷർമെന്റ്. സെൻസിങ് ആൻഡ് മെഷർമെന്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് ലൈക്ക് ഫൈബർ ഒപ്റ്റിക് സെൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം എഫിഷ്യൻറ്റും ആണ്, അതേപോലെ ലൈക്ക് ചീപ്പും ആണ്. ഇൻ കേസ് ഓഫ് അതർ കമ്പോണൻസ് നോക്കുമ്പോൾ ചീപ്പ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ഫൈബർ ഒപ്റ്റിക്. സോ ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കുറേ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി, ഒരു ബ്രിഡ്ജിന് സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി ശരിയാണ് എന്നറിയിക്കാൻ നമ്മൾ ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. then സെക്യൂരിറ്റീസിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മളുടെ ഓഫീസ് സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്ത് സെക്യൂരിറ്റീസിലും ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ലൈഡർ സിസ്റ്റം. ലൈഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡയറക്ഷൻ ലൈക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ലൈറ്റ് യൂസ് ചെയ്ത് കണ്ട് ലൈഡർ സിസ്റ്റം ജസ്റ്റ് ലൈക്ക് റേഡാർ ലൈറ്റ് യൂസ് ചെയ്ത് കണ്ടാണ് ചെയ്യുന്നത്. ദെൻ എൻവയോൺമെന്റൽ മോണിറ്ററിങ്. എൻവയോൺമെന്റൽ മോണിറ്ററിങ് കേസ് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ എൻവയോൺമെന്റിലെ പൊല്യൂട്ടൻസിന്റെ ലെവൽസ് കണ്ടുപിടിക്കാൻ കഴിയും വിത്ത് ഹെൽപ്പ് ഓഫ് ഒപ്റ്റിക് സെൻസേഴ്സ്. അതാണ് നടക്കുന്നത്. സോ സെൻസിങ് ആൻഡ് മെഷർമെന്റിൽ നല്ല ആപ്ലിക്കേഷൻ ഉള്ളൊരു സാധനമാണ്. ദെൻ ലാസ്റ്റ് വരുന്നത് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്. ഇതിലേറെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ മെയിൻ ആയിട്ട് ഇതാണ് അഞ്ചുമാണ് നമ്മൾ നോക്കുന്നത്. സോ ഡിഫൻസ് ആൻഡ് എയറോസ്പേസിൽ ലേസർ റേഞ്ച് ഫൈൻഡേഴ്സ്. റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് ഡിസ്റ്റൻസ് ഇതാക്കാൻ ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് ലേസർ റേഞ്ച് ഫൈൻഡേഴ്സും ടാർഗറ്റ് ഡെസിഗ്നേറ്റേഴ്സും. പിന്നെ ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ ഇപ്പം എന്താണ് ലൈക്ക് ഡിഫൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് സെക്യൂർ ആണ്. അപ്പോൾ സെക്യൂരിറ്റിയിൽ ഏറ്റവും നല്ലത് എന്ന് പറയാൻ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ആണ് ഏറ്റവും നല്ലത്. അത് ഫാസ്റ്റ് ആൻഡ് റിലയബിളും ആണ്. സോ അതും ഒരു പോയിന്റ് ആണ്. ദെൻ ലാസ്റ്റ് ലേസർ ബേസ്ഡ് കൗണ്ടർ മെഷേഴ്സ്. അതുകൊണ്ട് വാറിൽ യൂസ് ചെയ്യുന്നുണ്ട് കുറേ ടൈപ്പ് ലേസർ ബേസ്ഡ് മിസൈൽസിലായാലും ഇതൊക്കെ കാണാൻ, റേഞ്ചൊക്കെ കാണാൻ നമ്മൾ ലേസർ യൂസ് ചെയ്ത് കണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, ഈ മൊഡ്യൂളിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എന്താണ് ലേസർ? നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് എന്താണ് ലേസർ എന്ന് തുടങ്ങാം. ഓക്കെ, ലേസർ എന്താണ് ഇതാക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, എന്നാൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. സോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഫസ്റ്റ് എന്താണ്, വാട്ട് ഈസ് ലേസർ? ലേസറിന്റെ എന്ന വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നതാണ്. സോ ലേസർ എന്ന വേർഡ് ഒരു ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ ആക്രോണിം ആണ്. അത് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സോ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പം സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷന്റെ ഒരു പ്രോസസ്സാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതുവഴി നമ്മൾ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിനാണ് അതാണ് നമുക്ക് എന്ത് ലേസർ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫോട്ടോണിക് ഡിവൈസ് ആണ്. ഈ ലേസർ എന്താണ്, നമ്മൾ ഫോട്ടോണിക് ഡിവൈസ് ആണെന്ന് പറയുമ്പോൾ ഫോട്ടോണിക് ഡിവൈസ് എന്താണ്, ഫോട്ടോൺസ് കൊണ്ട് വെച്ച് ഡിവൈസ്. ഓക്കെ, ദാറ്റ് സിമ്പിൾ. അപ്പം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്റൻസ് ആണ്, മോണോക്രോമാറ്റിക് കോഹെറന്റ് ആൻഡ് യൂണി ഡയറക്ഷണൽ ബീം ഓഫ് ലൈറ്റ്. അപ്പം ഹൈ ഇന്റൻസിറ്റിയിലെ ലൈറ്റ് ആണ്. മോണോക്രോമാറ്റിക് പറഞ്ഞാൽ സിംഗിൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയി കണ്ട് പറയുന്നത് ഒരു കളറിലില്ല, സിംഗിൾ കളറിലുള്ള ലൈറ്റ്. കോഹിറൻസിന് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഹിറൻ വേസും ഇൻകോഹിറൻ വേസും +2 പഠിച്ചതാണ്. കാരണം കോഹിറന്റ് പറഞ്ഞാൽ എന്താ, സെയിം ഫ്രീക്വൻസി, സെയിം ഫേസ് റിലേഷൻഷിപ്പ്, അതൊക്കെ ഒരു രണ്ട് സോഴ്സസ് കോഹിറന്റ് ആണ് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി, വേവ് റിലേഷൻഷിപ്പ് എല്ലാതും ഈക്വൽ ആയിരിക്കും. ബോത്ത് ആർ സെയിം. അങ്ങനത്തെ സോഴ്സ് ആണ്, കോഹിറന്റ് സോഴ്സ് ആണ്. ദെൻ യൂണി ഡയറക്ഷൻ ആണ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ. സോ ഒരു ഫോട്ടോണിക് ഡിവൈസ് ആണ്. ആൻഡ് ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലേസേഴ്സ്. അപ്പോൾ പക്ഷേ നമ്മൾ എന്താണ് പേരിൽ എന്താണ് ലേസർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ ആക്ച്വലി എന്താണ് ലേസർ ഒരു ലൈറ്റ് ആംപ്ലിഫയർ അല്ല, ഇറ്റ് ഇസ് എ ജനറേറ്റർ ഓഫ് ലൈറ്റ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ആംപ്ലിഫയർ, ഇറ്റ് ഇസ് എ ജനറേറ്റർ ഓഫ് ലൈറ്റ്. സോ അപ്പോൾ ഒരു ബേസിക് ക്വസ്റ്റ്യൻ വരും, എന്താണ് ലേസർ, പിന്നെ എന്തിനാണ് പേര് അങ്ങനെ ആയത്? അപ്പം അതിൻ്റെ ഹിസ്റ്ററി അറിയാം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, പക്ഷേ അപ്പം ഞാൻ ഒന്നുകൂടി പറയാണ്, ലേസർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ആംപ്ലിഫിക്കേഷൻ ഓഫ് അല്ല ജനറേഷൻ ഓഫ് ലൈറ്റ് തന്നെ പറയാം. ജനറേഷൻ ഓഫ് ലൈറ്റ് നമ്മൾ ചെയ്യുകയാണ് ബൈ മീൻസ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് ആറ്റംസ് ഓർ മോളിക്യൂൾസിനെ ആറ്റംസിനെ നമ്മൾ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് എമിഷൻ നടത്തി, റേഡിയേഷൻ വഴി എമിഷൻ നടത്തി ലൈറ്റ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അതാണ് എന്ത് ലേസറിൽ നടക്കുന്നത്. സോ ഞാൻ വീണ്ടും പറയുന്നത് ആംപ്ലിഫയർ അല്ല, ജനറേറ്റർ ആണ്. സോ അതിങ്ങനെ വന്നു, അതിൻ്റെ ഹിസ്റ്ററി കൂടെ പോകുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ലേസർ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന പ്രോസസ്സ് കൂടെയാണ് ലേസർ ഉണ്ടാക്കുന്നത്. സോ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഐൻസ്റ്റൈൻ ആണ് ഫസ്റ്റ് നമുക്ക് 1916 ഐൻസ്റ്റൈൻ ആണ് നമുക്ക് അതിൻ്റെ തിയററ്റിക്കൽ ബേസിസ് തരുന്നത്. അപ്പം ആളെന്താ പറയുന്നത്, ദർ ഇസ് എ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി ടു
for stimulated radiation to happen, so stimulated emission to happen. അപ്പോൾ എമിഷൻ ഹാപ്പൻ ചെയ്യാനൊരു പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ തിയററ്റിക്കൽ ഡെവലപ്മെന്റ് എല്ലാവരും ബേസിസ് ഒക്കെ തന്നത് ഐൻസ്റ്റൈൻ ആണ് 1960s. സോ ഈ എന്താണ് തിയററ്റിക്കൽ ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് 1954 എന്താ ചെയ്തത്, ടൗൺസും ആളുടെ കോവർക്കേഴ്സും എന്താണ് ഐൻസ്റ്റൈൻ്റെ തിയറി നമ്മൾ പ്രാക്ടിക്കൽ റിയലൈസേഷൻ ആക്കി, ലൈക്ക് എക്സ്പെരിമെന്റൽ റിയലൈസേഷൻ ആക്കിങ്ങാണ്ട് അവരെന്താ ചെയ്തത്, ഒരു മൈക്രോവേവ് ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്തു. മൈക്രോവേവ് ആംപ്ലിഫയർ, മൈക്രോവേവ് വേവ്സിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഇതാക്കുന്ന ഒരു ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ വെച്ച് ബേസ് ചെയ്തിട്ട് ചെയ്യാണ്. അതിനെ അവർ വിളിച്ചിരുന്നത് മെയ്സർ എന്നാണ്. ഓക്കെ, മെയ്സറിൽ എന്താണ് മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി മൈക്രോവേവിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് അതായത് അത് കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യുന്നത്, 1958 ടൗൺസും ഷാലോവും എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾ എന്താണ്, മെയ്സേഴ്സിന്റെ പ്രിൻസിപ്പിൾ ലൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, മെയ്സേഴ്സ് ടു ലൈറ്റ്, ഇറ്റ് എക്സ്റ്റെൻഡ്സ്, അവർ എക്സ്റ്റെൻഡ് ചെയ്യാണ്, മെയ്സേഴ്സ് ടു ലൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് അത് വെച്ചങ്ങാണ്ട് മെയ്മൻ എന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ഫസ്റ്റ് ലേസർ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലേസർ ഉണ്ടാക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് യൂസിങ് എ റൂബി ക്രിസ്റ്റൽ ആസ് ദ ആംപ്ലിഫയർ. അവിടെ ആംപ്ലിഫയർ ആയി നമ്മൾ യൂസ് ചെയ്യുന്നത് റൂബി ക്രിസ്റ്റൽ ആണ്. ആൻഡ് ഫ്ലാഷ് ലാമ്പ് ആസ് ദ എനർജി സോഴ്സ്. ഇത് ഉണ്ടാക്കുന്നത് 1960s. സോ എന്താണ് നമ്മളൊന്നും കൂടി പറയാണ്, ഐൻസ്റ്റൈൻ ആദ്യം പ്രൊഡക്റ്റ് ചെയ്തത് 1960s. അത് വെച്ചെങ്കിൽ 1954 ടൗൺസ് ആൻഡ് ഹിസ് കോവർക്കേഴ്സ് ഇത് എന്താണ് മൈക്രോവേവ് ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്തു. അത് മെയ്സർ എന്നാണ് അതിന് വിളിച്ചത്. ആൻഡ് മെയ്സർ വെച്ചെങ്ങാണ്ട് മെയ്സർ എന്നാണ് അവർ പറഞ്ഞു മെയ്സർ ലൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് വെച്ചെങ്ങാണ്ട് എന്താണ് മെയ്മനാണ് ഫസ്റ്റ് ലേസർ ഉണ്ടാക്കുന്നത്. അത് റൂബി ക്രിസ്റ്റൽ വെച്ചെങ്ങാണ്ടുള്ള ലേസർ ആയിരുന്നു. ആൻഡ് അവിടെ ഫ്ലാഷ് ലാമ്പാണ് എനർജി സോഴ്സ് ആയിട്ട് ഇതാക്കിയത്. സോ അതാണ് ഫസ്റ്റ് ക്രിസ്റ്റൽ. അത് കഴിഞ്ഞിട്ട് 1961 തന്നെ ഫസ്റ്റ് ഗ്യാസ് ലേസറും വന്നിരിക്കുന്നത്. അതാണ് ഹീലിയം നിയോൺ ലേസർ. സോ ഇതാണ് എന്ത് ഹിസ്റ്ററി ഓഫ് ലൈക്ക് അത് എങ്ങനെ വന്നതെന്നില്ല, ഇതിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. സോ ദാറ്റ്സ് വൈ ലേസർ ഈസ് കോൾഡ് ലേസർ ബിക്കോസ് the predecessor of laser was മെയ്സർ. അതിന്റെ മുൻഗാമി എന്ന് പറയുന്നത് എന്തായിരുന്നു, മെയ്സർ ആയിരുന്നു. സോ ദാറ്റ്സ് വൈ ദ നെയിം കെയിം ആസ് സച്ച്. സോ ലേസർ അതുകൊണ്ടാണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ പറഞ്ഞത്. ഈവൻ ദോ ലേസർ ഇസ് നോട്ട് എ ലൈറ്റ് ആംപ്ലിഫയർ, ഇറ്റ് ഈസ് എ ജനറേറ്റർ ഓഫ് ലൈറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത്രയും ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്, ഇതിന്റെ പ്രോപ്പർട്ടീസിലാണ്. ലൈക്ക് നമ്മൾ പറഞ്ഞു ഇൻറ്റൻസ് ലൈറ്റ് ആണ്, അതേപോലെ മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്, ദെൻ ഹൈലി ഡയറക്ഷൻ യൂണിഡയറക്ഷനിൽ ആണെങ്കിൽ ഹൈലി ഡയറക്ഷനിലാണ്, കോഹിറന്റ് ആണ്. അതുകൊണ്ടാണ് എന്താണ് ഇത്രയും നമ്മൾ മെറ്റൽ വർക്കിംഗിൽ, എന്റർടൈൻമെന്റിൽ, കമ്മ്യൂണിക്കേഷൻസിൽ, വാർസിൽ, വെപ്പൺ ഗൈഡിങ്, സർജറി, ഇതിലൊക്കെ ആപ്ലിക്കേഷൻസ് സത്യം പറഞ്ഞാൽ ലേസേഴ്സിന് ഉള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ നമ്മൾ ഇൻട്രഡക്ഷൻ പറഞ്ഞു, ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിൽ എങ്ങനെയാണ് ലേസർ ഇതാക്കുന്നത് നമ്മൾ പറഞ്ഞു. സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒരു ഒപ്റ്റിക്കൽ പ്രോസസ്സാണ്. സോ ഒപ്റ്റിക്കൽ പ്രോസസ് ആണെങ്കിൽ എന്തൊക്കെ ഒപ്റ്റിക്കൽ പ്രോസസ് ആണ് ഉള്ളതെന്ന് പഠിച്ചാൽ നമുക്ക് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെയും മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. സോ ഒപ്റ്റിക്കൽ പ്രോസസ്സിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ലൈറ്റ് ഒരു മാറ്റർ ഒരു മീഡിയത്തുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനർജി എക്സ്ചേഞ്ച് നമുക്ക് ഡിസ്ക്രീറ്റ് ലെവൽസിൽ നടക്കുള്ളൂ. ഡിസ്ക്രീറ്റ് ലെവൽസ് പറഞ്ഞാൽ സ്റ്റെപ്പ് ലെവൽ, കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് ലെവൽസിലേ നടക്കുള്ളൂ. കാരണം എന്താണ്, ഫോട്ടോൺ ആണ് എന്ത് ലൈറ്റ് എനർജിയിൽ നമുക്ക് എന്താണ് ഫോട്ടോൺ ആണ് ട്രാൻസ്ഫർ ആവുന്നത്. സോ ഫോട്ടോൺ ട്രാൻസ്ഫർ ആണെങ്കിൽ എന്താ, ഫോട്ടോൺ ഒരു പെർട്ടിക്കുലർ എനർജിയാണ്, ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് എന്താ ഫോട്ടോൺ പോവുള്ളൂ. സോ ലൈറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഓരോ എനർജി ലെവലിലും ഇടയിലുള്ള കറക്റ്റ് എമൗണ്ട് ഓഫ് ഫോട്ടോൺ കൊടുത്തുകൊണ്ടാണ്. സോ അപ്പം ലൈറ്റിന്റെ ഇന്ററാക്ഷൻ നടക്കുമ്പോൾ എന്താണ് ഇവിടെ ഡിസ്ക്രീറ്റ് വാല്യൂ വേണം. ഓക്കെ, അപ്പൊ ലേസിംഗ് ആക്ഷൻ ഇങ്ങനെ ഇവിടെ പറയുന്നതാണ് ഫോർ ലേസിംഗ് ആക്ഷൻ to takes place, light has to interact with the medium which has discrete energy ഉള്ള മീഡിയത്തിൽ മാത്രമേ ലേസർ ആക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, സോ that means that discrete energy is essential for ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ ആ ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് വേണം.
ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോൺ ഇൻട്രാക്റ്റീവ് ഗ്യാസസ് ആവാം, അതേപോലെ ഇമ്പ്യൂരിറ്റി ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ്. ഇമ്പ്യൂരിറ്റി ഡോപ്ഡ് പറഞ്ഞാൽ നോർമൽ നമുക്ക് പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റി കൊണ്ടുവന്ന സെമി കണ്ടക്ടേഴ്സ്. സോ ഇമ്പ്യൂരിറ്റി ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സും അതിൻ്റെ എക്സാമ്പിൾ ആണ്. സോ നോൺ ഇൻട്രാക്റ്റീവ് ഗ്യാസസും അതേപോലെ ഇമ്പ്യൂരിറ്റി ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സും അതിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞെന്താണ്, ഫോട്ടോൺ കണ്ടാണ് നമ്മൾ എന്ത് ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യണമൊക്കെ. സോ അപ്പോൾ നമുക്ക് ആറ്റം എങ്ങനെയാണ്, ക്യാൻ ബി എക്സൈറ്റഡ് ബൈ സപ്ലൈങ് എനർജി. നമുക്ക് എനർജി സപ്ലൈ ചെയ്തുകൊണ്ട് എന്താണ് ആറ്റത്തിന് എക്സൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ എനർജി എന്തിന് ഈക്വൽ ആണോ? ഇപ്പം ഒരു ആറ്റം ഒരു എനർജി ലെവലിലാണെങ്കിൽ അതിൻ്റെ മറ്റേ എനർജി ലെവലിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു എനർജി, രണ്ട് എനർജി ലെവലിൻ്റെ ഇടയിലെ ഡിഫറൻസ് ഇല്ലേ, ആ ഡിഫറൻസ് ഓഫ് എനർജി ലെവൽസിൻ്റെ അതേ എമൗണ്ട് ഫോട്ടോൺ എനർജി കൊടുത്താൽ മാത്രമേ എന്താണ് എക്സൈറ്റേഷൻ നടക്കുള്ളൂ. സോ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് an atom can be excited by supplying energy with an amount equal to the difference of its any two energy levels. ഏതെങ്കിലും രണ്ട് എനർജി ലെവൽസിന്റെ ഡിഫറൻസിൽ നമ്മൾ ഫോട്ടോൺ എനർജി കൊടുത്താൽ മാത്രമേ എന്താണ് എക്സൈറ്റേഷൻ ഹാപ്പൻ ചെയ്യുള്ളൂ, ആറ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് പോവുകയുള്ളൂ. ദെൻ അതെന്താണ് നമുക്കറിയാം, എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഒരു ആറ്റം ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് പോയാൽ എപ്പോഴും പറയുന്നതാണ് അവിടെ അത്ര സ്റ്റേബിൾ അല്ല, വളരെ അൺസ്റ്റേബിൾ ആണ്. സോ ആഫ്റ്റർ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം എന്താണ് ആ ആറ്റം തിരിച്ച് എക്സൈറ്റ് ചെയ്യും, തിരിച്ച് താഴോട്ട് വരും, തിരിച്ച് താഴെ ലെവലിലേക്ക് വരും. ആൻഡ് ആ ലെവൽ എന്തായിരിക്കും, ആ ലെവല് വരുമ്പോൾ എന്താണ് വരുന്നത്, ഈ ആറ്റം ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ താഴോട്ട് വരണമെങ്കിൽ എന്താണ് എനർജി കുറയണമെങ്കിൽ അത് റിലീസ് ചെയ്യണം. സോ എനർജി റിലീസ് ചെയ്ത് കാണുന്നത്. സോ ദെൻ ആഫ്റ്റർ എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം ദ ആറ്റം ഷോൾ റേഡിയേറ്റ് എനർജി വെൻ ഇറ്റ് കംസ് ഡൗൺ ടു ഇറ്റ്സ് ലോവർ എനർജി സ്റ്റേറ്റ്. സോ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് എന്താണ് എനർജി റേഡിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രോണ് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ രണ്ട് സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, E1 and E2 രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്. ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എമിഷൻ ആകാം അബ്സോർപ്ഷൻ ആകാം, മേലോട്ട് പോകാം താഴോട്ട് പോകാം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ മേലോട്ട്, അബ്സോർബ് ചെയ്തുകൊണ്ട് മേലോട്ട് പോകുന്നു. എമിഷൻ പറഞ്ഞാൽ പുറത്തോട്ട് തള്ളി, എനർജി പുറത്തോട്ട് തള്ളി താഴോട്ട് വരുന്നു. സോ ഇത് രണ്ടും നടക്കണമെങ്കിൽ എന്താണ് ഫോട്ടോൺ ആണ് അവിടെ വേണ്ടത്. എമിഷന് എമിറ്റ് ചെയ്യണം ഫോട്ടോൺ, അബ്സോർപ്ഷന് അബ്സോർബ് ചെയ്യണം ഫോട്ടോൺ. ആ ഫോട്ടോൺ എനർജി എന്തായിരിക്കും, ഫോട്ടോൺ എനർജി നമ്മൾ എങ്ങനെ പഠിച്ചിരിക്കുന്നത്, ഈസ് ഈക്വൽ ടു h nu. സോ ഈ ഇവിടെ ഫോട്ടോൺ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വിൽ ബി ദ റിലേഷൻ വിൽ ബി E2 minus E1 is equal to h nu. ഓക്കെ, ഇവിടെ h എന്തായിക്കാരം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, ആൻഡ് ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. സോ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അപ്പം ഈ എന്താണ് ഇലക്ട്രോണ് എന്താ സംഭവിക്കുന്നത്, electron is undergoing a transition between two energy states E1 and E2 if the atom emits or absorbs a photon of appropriate energy as per the relation E will be equal to the difference between energy levels, that is E2 minus E1, which is equal to photon energy, that is h nu. Okay, where h is the Planck's constant value that is 6.626 into 10 raised to minus 34 joules second, and nu is the frequency of radiation. So ഇതാണ് എന്ത് അവിടുത്തെ ഡിഫറൻസ് ഓഫ് എനർജി, ഏത് എനർജി ലെവലാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോട്ടോൺ എനർജി നമ്മൾ കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദി റിലേഷൻ, ദാറ്റ് ഈസ് E2 minus E1 is equal to h nu. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ മീഡിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ആ മെറ്റീരിയൽ മീഡിയത്തിന് പ്രത്യേകത പറഞ്ഞാൽ ഐഡന്റിക്കൽ ആറ്റംസ് ആണ്. ഓക്കെ, നമ്മൾ ഫോർ സിംപ്ലിസിറ്റി നമ്മൾ ഐഡന്റിക്കൽ ആറ്റംസിലെ മെറ്റീരിയൽ മീഡിയമാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ എന്താണ് സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മളിവിടെ ഓൺലി 2 എനർജി ലെവൽസ് ഉള്ള മെറ്റീരിയൽ മീഡിയമാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു മെറ്റീരിയൽ മീഡിയത്തിന് കുറേ എനർജി ലെവൽസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഫോർ സിംപ്ലിസിറ്റി നമ്മൾ രണ്ട് എനർജി ലെവൽസ് ഉള്ള മെറ്റീരിയൽ മീഡിയമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ ആറ്റംസ് വിച്ച് ആർ ഐഡന്റിക്കൽ ആറ്റംസ് identical of the material medium under consideration be characterized by 2 energy levels. അപ്പം ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ 2 energy levels ആണ്, namely E1 and E2. ഇവിടെ E1 നമ്മൾ ലോവർ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ E1 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, ആൻഡ് E2 എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് കാണും. സോ E1 is the ground state while E2 is the excited state.
ഓക്കെ, E1 നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുന്നു, E2 നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എടുക്കുന്നു. ഇനി ഒരു സ്റ്റേറ്റിൽ ഒരു എനർജി ലെവലിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയത്തിൽ നമ്പർ ഓഫ് ആറ്റംസിനെ നമ്മൾ പറയുന്നതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം അറ്റ് എൻ എനർജി ലെവൽ ഇസ് കോൾഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ E1 എന്തായിരിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് N1 ആണ്, E2 എന്താണ് N2 ആണെന്ന് കൺസിഡർ ചെയ്യാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിലോ അപ്പം let the population of energy two energy let the populations at the two energy level E1 be N1 and E2 be N2. ഓക്കെ, N1 ഉം N2 ആണ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോർമൽ കണ്ടീഷൻ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ N1 N2 നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, N1 എന്ന് പറഞ്ഞു E1 നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം, N2 എന്ന് പറഞ്ഞാൽ E2 നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ നോർമൽ കണ്ടീഷനിൽ തെർമൽ ഇക്വിലിബ്രിയം എല്ലാ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കേസ് ചെയ്യുമ്പോൾ കൂടുതൽ എനർജിയിൽ പോപ്പുലേഷൻ കുറവായിരിക്കും. ഹയർ ദ എനർജി അണ്ടർ നോർമൽ കണ്ടീഷൻ, ഹയർ ദ എനർജി ലെസ്സർ ഈസ് ഇറ്റ്സ് പോപ്പുലേഷൻ. ഹയർ ദ എനർജി ലെസ്സർ ഈസ് ഇറ്റ്സ് പോപ്പുലേഷൻ. അപ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ് കൂടുതൽ നമ്പറിൽ. സോ ദാറ്റ് മീൻസ് ദാറ്റ് N1 വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ N2. മച്ച് ഗ്രേറ്റർ എന്ന് പറയാനല്ല, N1 വിൽ ബി ഗ്രേറ്റർ ദാൻ N2. ഓക്കെ, N1 വിൽ ബി ഗ്രേറ്റർ ദാൻ N2. ഇനി നമ്മൾ എന്താണ് ഒരു ഇൻസിഡന്റ് റേഡിയേഷൻ ഈ മെറ്റീരിയലിന് റേഡിയേഷൻ, ഫോട്ടോൺ റേഡിയേഷൻ ഈ മെറ്റീരിയലിന് ഇൻസിഡന്റ് ചെയ്യാണ്. ആൻഡ് നമ്മൾ അസ്യൂം ചെയ്യാണ് എന്തെങ്കിലും റേഡിയേഷൻ ആയാലും ഈ മീഡിയം ആയാലും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, സോ ദി ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രീം ഓഫ് ഫോട്ടോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ സ്ട്രീം ഓഫ് ഫോട്ടോൺസ്. ആൻഡ് ഈ ഫോട്ടോണിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഓഫ് ന്യൂ ആണ്. ഡെൻസിറ്റി എന്നൊക്കെ പറയാം, റോ ഓഫ് ന്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി അത് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓരോ ഫോട്ടോണും എന്തായിരിക്കും എനർജി E ആയിരിക്കും. എന്തായിരിക്കും E is equal to എന്തായിരിക്കും നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു E is basically the difference between the energy levels which is equal to h nu. ഇതായിരിക്കും വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിലേഷന് അതിലൊരു മാറ്റവുമില്ല. ഓക്കെ, സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, നമ്മളൊരു ഇൻസിഡന്റ് റേഡിയേഷൻ അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ഫോട്ടോൺസ് നമ്മൾ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുകയാണ്. ആ മെറ്റീരിയൽ മീഡിയത്തിലേക്ക് ഇൻസിഡൻസ് ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ E1 E2 ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു എനർജി ലെവൽസ് E2 minus E1 which is equal to h times nu, that is Planck's constant times the frequency of radiation. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ഫോട്ടോൺസ് ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ 3 ഡിഫറെൻറ്റ് പ്രോസസ്സാണ് നടക്കാൻ ചാൻസ്. ഫസ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ, സെക്കൻഡ് വൺ ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ, സെക്കൻഡ് വൺ ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ നമുക്ക് ഈ 3 പ്രോസസ്സിലൂടെ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഇസ് അബ്സോർപ്ഷൻ. അപ്പോൾ അബ്സോർപ്ഷനിൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. സോ അബ്സോർപ്ഷനിൽ നമ്മൾ സപ്പോസ് ചെയ്യാണ് ഒരു ആറ്റം E1 എന്നുള്ളത്. സോ ലോവർ എനർജി E1 ആണെന്നത്. സോ വി ആർ സപ്പോസിങ് ദാറ്റ് ആൻ ആറ്റം ഈസ് ഇൻ ദ ലോവർ എനർജി സ്റ്റേറ്റ്സ് E1. അങ്ങനെയാണെങ്കിൽ ഒരു ഫോട്ടോൺ ഓഫ് ആഡക്വറ്റ് എനർജി പറഞ്ഞാൽ E2 minus E1 ആ ഒരു എനർജി നമ്മൾ ആ ഒരു ആറ്റത്തിനെ ഇൻസിഡന്റ് ചെയ്യാണ്. ഓക്കെ, ഒരു ഫോട്ടോൺ നമ്മൾ ഈ ആറ്റത്തിന് ഇതാണ് ലോവർ ലെവലിൽ, ഫോർ എക്സാമ്പിൾ ലോവർ ലെവൽ ഇതാണ്, ഇവിടുത്തെ ഒരു ആറ്റത്തിന് നമ്മൾ എന്താണ് ഒരു ഫോട്ടോൺ ഇതാക്കുകയാണെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഈ ഫോട്ടോണെ അവിടെ ഡിസപ്പിയർ ആവുന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാണ് ഈ ആറ്റം അതിനെ അബ്സോർബ് ചെയ്തെങ്ങാണ്ട് അത് ഹയർ ലെവലിലേക്ക് പോകും. ദാറ്റ് ഈസ് absorption. Okay, so suppose an atom is in the lower energy state or energy level E1. If a photon of energy E2 minus E1 is incident on the atom, എന്താണ് ആ ഫോട്ടോൺ ഒരു എനർജി ഇമ്പാർട്ട് ചെയ്യും. സോ ഇറ്റ് ഇമ്പാർട്ട്സ് ഇറ്റ്സ് എനർജി ടു ദ ആറ്റം ആൻഡ് ഡിസപ്പിയറിംഗ് ആണ് അവിടെ നടക്കുന്നതല്ല. Actually disappearing അല്ല, actually the photon is absorbed by the atom. Okay, then we say that the atom absorbed the incident photon. അപ്പോൾ ഈ അബ്സോർപ്ഷന്റെ കാരണം എന്താണ്, ആറ്റത്തിന്
adequate energy അല്ലെങ്കിൽ required energy കിട്ടിയെങ്ങാണ്ട് the atom jumps to the excited state E2 എന്ന excited സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം ഈ ട്രാൻസിഷൻ ആണ് എന്ത്, അബ്സോർപ്ഷൻ നടക്കുന്നതുകൊണ്ട് അബ്സോർപ്ഷൻ ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ട്രാൻസിഷൻ നമ്മൾ അബ്സോർപ്ഷൻ ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ്, അബ്സോർപ്ഷൻ പ്രോസസ്സ് എന്താണ്, ഫോട്ടോൺ ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോട്ടോൺ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിനെ നമുക്ക് ഇൻഡ്യൂസ് അബ്സോർപ്ഷൻ എന്ന് വിളിക്കാം. സോ ദിസ് ക്യാൻ ഓൾസോ ബി കോൾഡ് as this process is induced by a photon, this can also be called as induced absorption. Okay, absorption or induced absorption. So it is induced by a photon, അതുകൊണ്ട് induced absorption. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അബ്സോർപ്ഷൻ പറയാണ്. സോ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നെക്സ്റ്റ് ഇതാക്കുന്നത് വെച്ചാൽ, ലേസറിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രോസസ്സൊക്കെ പറയുമ്പോൾ നമ്മൾ ഡയഗ്രാം പഠിച്ചാൽ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവും. ആൻഡ് അത് നമ്മൾ എഴുതിയാൽ മതി. ഇത് കാണാൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഓരോ ഡയഗ്രാംസും പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവും. ആൻഡ് ഡയഗ്രാം വെച്ചും കണ്ട് പഠിക്കുക. സോ എല്ലാ പ്രോസസ്സിലും നമ്മൾ ഡയഗ്രാം പറയും. ആ ഡയഗ്രാം വെച്ചും കണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവേണ്ടതാണ്. അത് നിങ്ങളെ വേർഡ്സിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അതായത് തന്നെ പറയാണ്. ഓക്കെ, സോ നമുക്ക് ഓരോ പ്രോസസ്സിലും നമുക്ക് ഡയഗ്രാംസ് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഈ പ്രോസസ്സ് എങ്ങനെ ഇതാക്കാം, ഡിസ്കസ് ചെയ്യാൻ നോക്കാം. സോ പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ്, ഓക്കെ, പ്രോസസ്സ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് A പ്ലസ് H ന്യൂ. എ എന്ന് പറഞ്ഞാൽ ആറ്റം ഇൻ ദി ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ലോവർ എക്സൈറ്റഡ് ലെവൽ, ലോവർ ലെവൽ E1 പ്ലസ് നമ്മളൊരു ഫോട്ടോൺ കൊടുക്കുകയാണ്. ദെൻ ദാറ്റ് ആറ്റം ബിക്കംസ് എക്സൈറ്റഡ്. സോ എ ഇവിടെ എന്താണ് വരിക, എ ഇസ് ദി ആറ്റം in the lower state and A star എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ A star is the excited atom. ഓക്കെ അല്ലേ? അപ്പം ഈ പ്രോസസ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇത് വെച്ചും കണ്ടാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആ ഇക്വേഷൻ വെച്ച് കൊണ്ടാണ്. സോ ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആറ്റം ഇൻ ദ ലോവർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർ ഈസ് ദി എക്സൈറ്റഡ് ആറ്റം. സോ എ പ്ലസ് നമ്മളൊരു ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എ സ്റ്റാർ കിട്ടുന്നത്. സോ അതിന് ഡയഗ്രാം നോക്കാം. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ഒരു ആറ്റം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആറ്റം ബിഫോർ കേസിൽ E1 ഉള്ളത്, ഒരു ഫോട്ടോൺ ഓഫ് ഇൻസിഡൻറ്റ് എനർജി എച്ച് ന്യൂ നമ്മൾ കൊടുക്കുകയാണ്. സോ എച്ച് ന്യൂ ഇൻസിഡൻറ്റ് എനർജി എച്ച് ന്യൂ കൊടുക്കുമ്പോൾ, ഇൻസിഡൻറ്റ് ഫോട്ടോൺ കൊടുക്കുമ്പോൾ അത് ഈ ഇലക്ട്രോൺ എന്താണ് അബ്സോർബ് ചെയ്തെങ്ങാണ്ട് അത് മേലോട്ട് പോകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. സോ ഈ ഡയഗ്രമാണ് നമുക്ക് ആവശ്യം. സോ ഒന്നും കൂടി പറയാം. ദ ആറ്റം ഈസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ground level E1, and incident photon of energy h nu will be incident on the atom, and the atom absorbs it, and with that energy it goes to the upper state, upper energy level E2. That is basically absorption. Okay ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ട്രാൻസിഷൻ നടക്കാനുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക, അത് നടക്കാനുള്ള പ്രോബബിലിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക, അത് നടക്കാൻ ചാൻസ് ഉള്ളത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫോട്ടോൺ ഡെൻസിറ്റി. കാരണം അവിടെ ഫോട്ടോണാണ് അവിടെ ആകെയൊരു സാധനം അല്ലേ. ഫോട്ടോൺ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോൺ ഉണ്ടായതുകൊണ്ടാണ്, കൊടുക്കുന്ന ഫോട്ടോണിന്റെ കാരണം കൊണ്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇൻഡ്യൂസിങ് ഫോട്ടോൺ അല്ലേ, ആ ഫോട്ടോണാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഫോട്ടോണിന്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, റേഡിയേഷന്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാം, ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും, നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് ദ ആറ്റം ഗോയിങ് ഫ്രം ഫസ്റ്റ് ലെവൽ ടു സെക്കൻഡ് ലെവൽ E1 to E2. സോ നമുക്ക് അതിനെ പറയാൻ പറ്റും P12 is directly proportional to rho of nu. സോ അബ്സോർപ്ഷൻ ട്രാൻസിഷനിൽ എന്താണ്, absorption transition is proportional to the photon density rho nu
റോ ഓഫ് ന്യൂ. അതിന് നമുക്ക് എഴുതാൻ പറ്റും P12 is directly proportional to റോ ഓഫ് ന്യൂ. ആൻഡ് ഈ എന്താണ് നമുക്ക് പ്രൊപ്പോർഷനാലിറ്റി റിമൂവ് ചെയ്യണം. സോ പ്രൊപ്പോർഷനാലിറ്റി റിമൂവ് ചെയ്യണം നമ്മൾ കോൺസ്റ്റന്റ് യൂസ് ചെയ്യും. സോ P12 ഈക്വൽ ടു B12 ഇൻറ്റു റോ ന്യൂ എന്ന് എഴുതും. ഓക്കെ, സോ ഇവിടെ എന്താണ് B1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ പേരെന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദി Einstein coefficient for induced absorption. Einstein's coefficient for induced absorption. So ഇതാണ് എന്ത് ആ കോഎഫിഷ്യന്റ് ഇത്. സോ അപ്പോൾ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ പറയും? ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ആറ്റത്തിന്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ആറ്റം. പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എനർജി ലെവൽസ് ഉണ്ടല്ലോ E1 ആൻഡ് E2 അതിൻ്റെ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതിന് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന കോഎഫിഷ്യന്റ് ആണ് ഇത് P12. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ദ ആറ്റം ഗോയിങ് ഫ്രം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ട്രാൻസിഷൻ ഹാപ്പൻ ചെയ്യുന്ന പ്രോബബിലിറ്റി P12 ഈസ് ഈക്വൽ ടു B12 ഇൻറ്റു റോ ഓഫ് ന്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ട്രാൻസിഷൻ ഒക്കറിങ് ഫ്രം എന്താണ് മെറ്റീരിയൽ എത്രയ്ക്കാരം ഒരു ഇൻസ്റ്റന്റിൽ എത്രയ്ക്കാരം പ്രോബബിലിറ്റി ഇൻറ്റു എത്ര ആറ്റംസ് ആ ലെവലിലുണ്ട്. E1 എത്ര ആറ്റംസ് ഉണ്ട്, ദാറ്റ് ഈസ് N1. സോ ദ പ്രോബബിലിറ്റി or the number of absorption transition, we can say the number of absorption transition occurring in the material at any instant will be equal to the product of the number of atoms at the energy level E1 and the probability P12. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ട്രാൻസിഷൻ നമ്മൾ എന്ത് വിളിക്കാം? ലെറ്റ്സ് കോൾ ഇറ്റ് okay. So thus we can say the number of atoms in this way, it's because it's absorption, let's call it N, so subscript as AB, NAB, excited during a time, നമ്മളൊരു ടൈമും കൊടുക്കാം. so excited during ടൈം del t ആയിട്ടാണ് നമ്മൾ ആ ടൈം കൊടുക്കുന്നത്. സോ del t ഈസ് എന്തായിരിക്കും ഇക്വേഷൻ വരിക? നമ്മൾ NAB ഈസ് ഈക്വൽ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് ഓഫ് പ്രോബബിലിറ്റി ദാറ്റ് ഈസ് P12 എന്താണ്? B12 ഇൻറ്റു റോ ന്യൂ എന്നാണ്. ദെൻ the number of atoms at the energy level E1 which is N1. so N1 into rho of nu. N1 into rho of nu. So ഇതാണ് എന്ത് NAB എന്ന ഇക്വേഷൻ. സോ where we can say probability നമുക്ക് ഓൾറെഡി അറിയാം. N1 is the population at E1. so N1 is the population at E1. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ നമ്മളിപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റ് വോളിയം എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവുമോ എന്ത് അപ്വേർഡ് ട്രാൻസിഷൻ മേക്ക് ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്ത് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം that makes the upward transition from lower level to upper level per second is called the rate of absorption transition. so it is called the rate of absorption transition. ഈ rate എന്ന് പറയുന്നത് എന്താണ്? number of atoms in a rate of change ആണ്. so we can say the rate, let's call it RAB, which will be equal to dNAB by dt, that is d by dt of NAB. അപ്പം അവിടെ നിന്ന് സംഭവിച്ചാൽ എന്താണ്? ഇവിടെ ഇൻ ടൈം ടി ടി ആയതുകൊണ്ട് ഇവിടെ del t എന്നും വരും ഇൻറ്റു del t. കാരണം ഡ്യൂറിങ് ടൈം ഡി ടി അറിയുമ്പോൾ ഇൻറ്റു del t. സോ NAB വിൽ ബി V12 N1 റോ ഓഫ് ന്യൂ ഇൻറ്റു del t ആണ്. സോ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ d by dt del t by dt ഈക്വൽ ടു 1 ആയി പോകും. ബാക്കി അവിടെ ഉണ്ടാവും. സോ അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ് ബാക്കി വരുന്നത് പറഞ്ഞാൽ B12 ഇൻറ്റു N1 ഇൻറ്റു റോ ഓഫ് ന്യൂ. സോ ഇതാണ് വരിക.
ഓഫ് ന്യൂ. ഓക്കെ, സോ ഇതാണ് വരിക. ദിസ് വുഡ് ബി ദി ഇക്വേഷൻ. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെക്കണം. ഓക്കെ, സോ ലെറ്റ്സ് പുട്ട് ഇറ്റ് ഇൻ എ ബോക്സ്. So RAB is equal to dNAB by dt, which is equal to B12 N1 into rho of nu. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതാക്കുന്നത് നോക്കാം. സോ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ട്രാൻസിഷൻ നടക്കാനുള്ള ചാൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എന്തിനൊക്കെയാണ്? B12 is a constant അവിടെ വന്നോട്ടെ. N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ലോവർ എനർജി ലെവൽ. അപ്പം ആറ്റംസ് ലോവർ എനർജി ലെവൽ കൂടുതലാണെങ്കിൽ എന്താണ്? കൂടുതൽ ആറ്റംസ് വിൽ ജമ്പ് ഇൻ ടു ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതേപോലെ ഫോട്ടോൺസിന്റെ റേഡിയേഷൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫോട്ടോൺസ് അവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു. സോ കൂടുതൽ ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്താലും എന്താണ്? മോർ ആറ്റംസ് ഗെറ്റ് എക്സൈറ്റഡ് ടു ദി ഹയർ എനർജി ലെവൽ. സോ ഇത് രണ്ടുമാണ് അവിടുത്തെ ഫാക്ടേഴ്സ്. സോ N1 ആൻഡ് റോ ഓഫ് ന്യൂ. സോ ഇത് രണ്ടുമാണ് എന്ത്? റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൂട്ടാൻ ഉള്ള ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ് അബ്സോർപ്ഷൻ ഇൻവോൾവ്സ് ദി എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ്. അല്ലേ? എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ്. It involves the excitation of the atom to the fixed higher energy level. നമ്മൾ ഫിക്സ്ഡ് ഹൈ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫ്രീക്വൻസി കൊടുക്കുന്നതുകൊണ്ടാണ് ഫിക്സ്ഡ് ഹയർ എനർജി ലെവൽ പറഞ്ഞത്. അപ്പം അബ്സോർപ്ഷന്റെ കാരണം കൊണ്ട് എന്ത് സംഭവിക്കുക? E1 നിന്ന് കുറേ ആറ്റംസ് E2 പോകും. സോ N1 ഡിക്രീസസ് വൈൽ N2 ഇൻക്രീസസ്. ബട്ട് നമുക്കറിയാം നോർമൽ കണ്ടീഷനിൽ ഞാൻ എന്താ പറഞ്ഞത്? N2 cannot be greater than N1. ഓക്കെ, നോർമൽ കണ്ടീഷനിൽ N2 cannot be greater than N1. ഓക്കെ ആണോ? ഓക്കെ, അപ്പം എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? അബ്സോർപ്ഷൻ നടന്നു പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റേ എനർജി ലെവലിലേക്ക് പോയി. സോ ഈ ആറ്റം ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്, ഹയർ എനർജി ലെവലിലാണ് ഉള്ളത്. സോ ഇവിടെയാണ് ഉള്ളത്. സോ ഇവിടെ എനർജി ആറ്റം എന്താണ്? ആറ്റത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആകുമ്പോൾ എന്താണ്? ദേ റിമെയിൻ ഇൻ ദാറ്റ് ലെവൽ ഫോർ എ വെരി ഷോർട്ട് ടൈം. ഫോർ എൻ ഓർഡർ എന്ന് പറഞ്ഞാൽ 10⁻⁸ സെക്കൻഡ്സ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ അവരെന്താണ്? നാച്ചുറലി അത് ഡിഎക്സൈറ്റേഷൻ നടക്കും. ഡിഎക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് ഗ്രൗണ്ട് ലെവൽ സ്റ്റേറ്റിലേക്ക് വരും. ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആവറേജ് ടൈം ഫോർ വിച്ച് എൻ ആറ്റം റിമൈൻസ് ഇൻ എൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതിന് നമ്മൾ മീൻ ലൈഫ് ടൈം എന്ന് പറയാം. ആവറേജ് ടൈം ഫോർ വിച്ച് ദ ആറ്റം സ്റ്റേസ് ഇൻ എൻ എക്സൈറ്റഡ് സ്റ്റേറ്റിന് നമ്മൾ മീൻ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഇനി ഈ ഡിഎക്സൈറ്റേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി ഉണ്ടാവില്ല. ആ ഡിഫറൻസ് ഇൻ എനർജി നമ്മൾ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യണം. അതെന്താണ്? റേഡിയേഷൻ ആയെങ്ങാണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ വൈബ്രേഷൻ ഫോം ഓഫ് എനർജി ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹീറ്റ് ആയിട്ടും ചെയ്യാം, നോൺ റേഡിയേറ്റീവ് ആവാം. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താണ്? നമ്മൾ റേഡിയേഷന് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഒരു ആറ്റം ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്നത് റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് സ്പോണ്ടേനിയസ് എമിഷൻ, രണ്ടാമത്തത് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ഇത് രണ്ടും കൂടി നമുക്ക് പോയോക്കാം. സോ ഫസ്റ്റ് വൺ സ്പോണ്ടേനിയസ് എമിഷൻ. സോ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലി നടക്കുന്ന റീഎക്സൈറ്റേഷൻ. നമ്മൾ പറഞ്ഞു ആറ്റം അവിടെ സ്റ്റേബിൾ അല്ല, ഇവിടെ ഹയർ എനർജി സ്റ്റേറ്റിൽ അത് നാച്ചുറലായി താഴോട്ട് വരുന്നതാണ് എന്ത്? സ്പോണ്ടേനിയസ് എമിഷൻ. ദാറ്റ് ഹാപ്പൻസ് സ്പോണ്ടേനിയസ്ലി, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് റേഡിയേഷൻ ബൈ നാച്ചുറൽ ഡിഎക്സൈറ്റേഷൻ. സോ നാച്ചുറൽ ഡിഎക്സൈറ്റേഷൻ്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന എമിഷനെയാണ് നമ്മൾ എന്ത്? സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. സോ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് റേഡിയേഷൻ ബൈ നാച്ചുറൽ ഡിഎക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇസ് കോൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. ഓക്കെ, അപ്പം when an atom is at a lower energy level is excited to high energy level, it cannot stay in the, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഇതിൽ എഴുതാവുന്നുള്ളൂ. And when an atom at a lower energy level is excited to higher energy level, it cannot stay in the excited state for a relatively long time. In about 10⁻⁸ seconds, the atom reverts to a lower energy state. തിരിച്ച് വരും. By releasing, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ബൈ റീലീസിങ് എ ഫോട്ടോൺ ഓഫ് എനർജി hν. ഫോട്ടോൺ ഓഫ് എനർജി hν റിലീസ് ചെയ്യും. ആൻഡ് അത് ഡിഫറൻസ് എന്തായിക്കാരം? hν എന്തായിക്കാരം? ഈക്വൽ ടു E2 - E1 ആയിക്കാരം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും എഴുതുന്നുള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി ലെവൽസ് ആയിക്കാരം അത് കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്നത് അതാണെങ്കിൽ അത് തിരിച്ച് കൊടുക്കുന്നതും അതേ സാധനം തന്നെ ആയിക്കാരം. സോ ആ ഫോട്ടോൺ താഴോട്ട് വരുമ്പോൾ, ആ ആറ്റം താഴോട്ട് വരുമ്പോൾ ഒരു ഫോട്ടോൺ റിലീസ് ചെയ്യും വിത്ത് adequate energy level, that is difference between these energy levels E2 - E1. ഓക്കെ, അപ്പോൾ
ഇവിടെ എന്താണ് ഫോട്ടോൺ എമിഷൻ നടക്കുന്നത് ഒറ്റക്കാണ്, ഓൺ ഇറ്റ്സ് ഓൺ, നമ്മളൊന്നും കൊടുക്കുന്നില്ല, വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇംപിറ്റസ് എന്ന് പറയാൻ പറ്റും. സോ ദ എമിഷൻ ഓഫ് ഫോട്ടോൺ ഹിയർ occurs on its own and without any external impetus given to the excited atom. നമ്മളായിട്ട് ഒന്നും എക്സൈറ്റഡ് ആറ്റത്തിന് കൊടുക്കുന്നില്ല, ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, നഡ്ജിങ് ഒന്നും കൊടുക്കുന്നില്ല, അതിനെ ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. സോ നമുക്ക് സ്പോണ്ടേനിയസ് എമിഷൻ ഇങ്ങനെയും പറയാം, ദാറ്റ് ഈസ് എമിഷൻ ഓഫ് എ ഫോട്ടോൺ by an atom without any external impetus. That is, emission of a photon by an atom without any external impetus is called, എന്താണ്, it is called spontaneous emission. So spontaneous emission എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഈ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കാനുള്ള ഫസ്റ്റ് നമുക്ക് അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. സോ വി മേ എക്സ്പ്രസ് ദ പ്രോസസ് ആസ്, ദ പ്രോസസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? It will be, just a minute. Okay, process represent ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ആറ്റം. സോ വി ക്യാൻ സേ എ സ്റ്റാർ, റൈറ്റ്? ആ എ സ്റ്റാർ എന്താണ്, തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് എ വിത്ത് റിലീസിങ് എ ഫോട്ടോൺ. അപ്പോൾ ഇവിടെ അഗെയിൻ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആറ്റം, എ എന്ന് പറഞ്ഞാൽ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് ലെവൽ, ആൻഡ് എച്ച് ന്യൂ ഇസ് ദ എനർജി ഓഫ് ഫോട്ടോൺ. സോ അത് ഡയഗ്രാം വെച്ചിങ്ങാണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ദ ഫോട്ടോൺ ഈസ് ഇൻ ദി ഹയർ എനർജി ലെവൽ E2, then it is like de-exciting അല്ലെങ്കിൽ coming back to E1 ground state naturally by emitting a photon. So ഇവിടെ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഓഫ് എനർജി എച്ച് ന്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഫിഗർ പഠിച്ചു വെക്കണം. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ സിമ്പിളാണ്, പഠിച്ചു വെച്ചാൽ തന്നെ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഫോട്ടോൺ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഒരു ഫോഴ്സും കൊടുക്കാതെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്, നാച്ചുറൽ ഡി എക്സൈറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫോട്ടോൺ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ആകെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എനർജി സ്റ്റേറ്റ്സ്, E2 and E1 എനർജി സ്റ്റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് the probability that a spontaneous transition occurs depends only on the properties of E2 and E1, and it is and on the properties of E2 and E1 and is independent of the photon density. Photon density independent ആണ്. ഓക്കെ, ഫോട്ടോൺ ഡെൻസിറ്റി ഇൻഡിപെൻഡൻ്റ് ആണ്. അത് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഇസ് ഈക്വൽ ടു ദ ലൈഫ് ടൈം ഓഫ് ലെവൽ E2 എന്ന് പറഞ്ഞാൽ ഹയർ എനർജി ലെവൽ. ഹയർ എനർജി ലെവലിൻ്റെ ലൈഫ് ടൈമിന് ഈക്വൽ ആയിരിക്കും എന്ത്, ആ ഒരു പ്രോബബിലിറ്റി. E2ൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, ഇവിടെ നമുക്ക് എന്താണ്, P probability of the atom going from E2 to E1. So P21, and this is spontaneous, right? So we'll say spontaneous is equal to നമ്മൾ പറയാണ് A21. ഓക്കെ, ഇവിടെ A21 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. A21 is called the Einstein coefficient for spontaneous emission. Okay, so A21 is called Einstein coefficient for spontaneous emission. So A21 will be called the Einstein coefficient for spontaneous emission. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ A21 ഞാൻ പറഞ്ഞു ആറ്റത്തിന് കോൺസ്റ്റന്റ് ആണ്, ആറ്റത്തിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആണ്. ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ലൈഫ് ടൈം ഓഫ് E2 എന്ന് പറഞ്ഞു. അപ്പോൾ ലൈഫ് ടൈം E2 എവിടെ നിന്ന് വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ്, A2ൻ്റെ ഇൻവേഴ്സ്, ദാറ്റ് ഇസ് 1 divided by A21 is the measure of lifetime. This is important, that is measure of lifetime of the upper state against
spontaneous transition to the lower state. Spontaneous transition to the lower state. അപ്പം A1 ഇൻവേഴ്സ് ഓഫ് A21 എന്ന് പറയുന്നത് മെഷർ ഓഫ് ലൈഫ് ടൈം ആണ്. എന്ത് അപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താനുള്ള ലൈഫ് ടൈമിനെയാണ് നമ്മൾ A21 എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ലൈഫ് ടൈം ഓഫ് E2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഇതാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്പർ ഓഫ് സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ taking place during the time del t, let's say del t, only depend upon the number of atoms at E2 so E2 lile number of atoms, okay, depends only on the number of atoms N2 staying at the excited level. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? We can say that, let's call this NSP, which is equal to A21 into N1 at time del t. So sorry, N1 alla N2, my mistake, at time del t. So this would be the number of spontaneous transition, NSP. ഇതിൽ എന്താണ് ആകെ ഡിപ്പെൻഡ് ചെയ്യണം എന്തിനാണ്? N2ന് എത്ര ആറ്റംസ് E2 എന്ന എനർജി സ്റ്റേറ്റിലുണ്ടോ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്പോണ്ടേനിയസ് എമിഷൻ കൺവെൻഷണൽ ലൈറ്റ് സോഴ്സിലാണ് occur ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ലൈറ്റ് ദാറ്റ് ഡൊമൈൻസ് ഇൻ കൺവെൻഷണൽ ലൈറ്റ് സോഴ്സ്. അപ്പോൾ കൺവെൻഷണൽ ലൈറ്റ് സോഴ്സിൽ എന്താണ്? സ്പോണ്ടേനിയസ് എമിഷൻ ആണ് നടക്കുന്നത്, കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് എമിഷൻ റേറ്റ് എന്ന് പറയുന്നത് ആയിരിക്കും വിച്ച് വിൽ ബി ഈക്വൽ ടു RSP, വിച്ച് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് NSP, that is d by dt of NSP. So del t dt cancel out, so it would be equal to A21 into N2. So ഇവിടെ എന്താണ്? റേറ്റ് ആകെ ഡിപ്പെൻഡ് ചെയ്യണം എന്തിനാണ്? നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് എനർജി ലെവൽ 2. ഓക്കെ, സോ ഈ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന പ്രോസസ് ഈസ് എ പ്രോബബിളിസ്റ്റിക് പ്രോസസ്. ഓക്കെ, പ്രോബബിളിസ്റ്റിക് ആണ്, കാരണം നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത് നടക്കും. ആറ്റം ഹാസ് that probability of making that transition and we don't need to control it from outside. Okay, അപ്പം ഇതിന് നമ്മൾ കൺട്രോൾ ചെയ്യാതെയാണ് എന്ത് നടക്കുന്നത് ആണെങ്കിൽ എന്താ സംഭവിച്ചാൽ ഇവിടുത്തെ ഇത് എപ്പോഴാണ് നടക്കുന്നത്, അതേപോലെ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇത് റിലീസ് ചെയ്യുന്ന ഫോട്ടോയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, അതിന്റെ ഫേസ് എന്തായിരിക്കും, പോളറൈസേഷൻ എന്തായിരിക്കും, ഇതൊക്കെ റാൻഡം ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 ആറ്റംസ് ഡി എക്സൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹൈ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുന്നുണ്ട്. സോ ഈ 2 ആറ്റംസും എന്താണ്? ഫോട്ടോൺസ് റിലീസ് ചെയ്യും. സോ ഈ ഫോട്ടോൺസ് 2 ആറ്റംസും ഈ ലെറ്റ്സ് സീ ഒരേ ടൈമിലാണ് ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്യുന്ന ഫോട്ടോൺസ് ഉണ്ടല്ലോ, ഈ 2 ഫോട്ടോൺസിന്റെയും പാരാമീറ്റേഴ്സ് ഒന്നും മാച്ച് ചെയ്യുന്നുണ്ടാവില്ല. ഒരു പാരാമീറ്ററും സെയിം അല്ലായിരിക്കും. അതിന്റെ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ പോളറൈസേഷൻ സ്റ്റേറ്റോ ഡയറക്ഷനോ ഒന്നും ഫേസോ ഒന്നും സെയിം അല്ലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇവിടുത്തെ ലൈറ്റ് എന്തായിരിക്കും? ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്തായിരിക്കും? ഇൻകോഹിറന്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ ബിഗ് പോയിന്റ്, ദാറ്റ് ഈസ് the generated light will be incoherent. Okay, the light generated by the medium through spontaneous emission will be incoherent. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കാരണം എത്ര അവിടെ നമ്പർ ഓഫ് റേഡിയേറ്റിംഗ് ആറ്റംസ് ഉണ്ടോ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഹിയർ ദി ഇന്റൻസിറ്റി, ടോട്ടൽ ഇന്റൻസിറ്റി I of t will be equal to n into I, number of radiating atoms into intensity of light intensity into total adanu vera. So the light generated by the medium will be incoherent and the net intensity of such incoherent waves is proportional. So incoherent waves in the proportional to the it is proportional to the number of radiating atoms. So total intensity I of t is equal to n into I എന്നാണ് വരിക. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ വരുന്ന ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേറ്റ് പറഞ്ഞാൽ എന്താണ്?
ഫോം ഇതിൻ്റെ ഷോർട്ട് ഫോംസ് ആയിരിക്കും, ഷോർട്ട് വേവ് പൾസസ് ആയിട്ടായിരിക്കും, വേവ് ട്രെയിൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് ആഫ്റ്റർ എ ടൈം ദ ഇൻറ്റൻസിറ്റി ഡിക്രീസസ് ആസ് ഇറ്റ് ട്രാവൽസ് അവേ ഫ്രം ദ സോഴ്സ് നിന്ന് കൺവെൻഷണൽ ലൈറ്റ് സോഴ്സ് ആസ് ഇറ്റ് ട്രാവൽസ് അവേ ഫ്രം ദ സോഴ്സ് ദ ഇൻറ്റൻസിറ്റി ഡിക്രീസസ്. ആൻഡ് അതിനെന്താണ്, ഒരു കോൺസ്റ്റന്റ് ഫേസ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല വിത്ത് ഈച്ച് ഫോട്ടോൺസ്, ലൈക്ക് കോമൺ പ്രോപ്പർട്ടീസ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. സോ ഇവിടെ തന്നെ ഒരു കോമ്പൗണ്ടിങ് നടക്കുന്നില്ല, ഇൻഡിവിജ്വൽ ലൈറ്റ് വേവ്സിന്റെ കോമ്പൗണ്ടിങ് നടക്കുന്നില്ല. സോ ഇവിടെ ഇന്റൻസ് ആണോ, ഇന്റൻസ് എന്താണ്, എത്ര ഇന്റൻസിറ്റി വരുന്നുണ്ടോ അത്ര ഇന്റൻസ് അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഇന്റൻസിറ്റി ആയിട്ട് നടക്കുന്നില്ല. പക്ഷെ എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല, ലൈക്ക് അതിന്റെ ഡയറക്ഷൻ പ്രോപ്പർ അല്ല, അതിന്റെ കോഹിറന്റ് അല്ല, ഇൻകോഹിറന്റ് വേവ് ആണ്. ദെൻ മോണോക്രോമാറ്റിക്കും അല്ലായിരിക്കും, കാരണം ഓരോ എന്താ റിലീസ് ചെയ്യുന്ന ഫോട്ടോണും ഓരോ ഫ്രീക്വൻസിക്കാണ്. സോ മോണോക്രോമാറ്റിസിറ്റി അതവിടെ ഇല്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നത്. ഇനി നമുക്ക് എന്താ സ്റ്റിമുലേറ്റഡ് എമിഷൻ പഠിക്കാം. നമുക്ക് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന ആവശ്യം. സോ ഇതൊക്കെ പഠിച്ചെന്താണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ശരിക്കും മനസ്സിലാവാനാണ്. ഓക്കെ, സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താ പറയുന്നത്? ഓക്കെ, സ്റ്റിമുലേറ്റഡ് എമിഷനിൽ നമ്മൾ ഹയർ എനർജി ലെവലിലെ ആറ്റത്തിനെ താഴോട്ട് കൊണ്ടുവരാണ് ബൈ ഇൻഡ്യൂസിങ് എ ഫോട്ടോൺ. നമ്മളൊരു ഫോട്ടോൺ ഇൻഡ്യൂസ് ചെയ്തെങ്ങാണ്ട് ആ എനർജിനെ അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിനെ തിരിച്ച് താഴെ ലെവലിലേക്ക് കൊണ്ടുവരാൻ. സോ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ ദ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് റേഡിയേഷൻ ബൈ എക്സൈറ്റഡ് ആറ്റംസ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ റേഡിയേഷൻ ഈസ് കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ദ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് റേഡിയേഷൻ ബൈ എക്സൈറ്റഡ് ആറ്റംസ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ റേഡിയേഷൻ, അതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഹയർ എനർജി ലെവലിൽ ആറ്റം നിൽക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ലോവർ എനർജി ലെവൽ. നമ്മൾ ഒരു ഫോട്ടോണെ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പം ഈ ഫോട്ടോണിന്റെ എനർജി ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനർജീസ് ലെവൽ വിച്ച് ഇസ് E2 - E1. സോ ഹിയർ if an atom is in the excited state interacts with the photon, it interacts with the photon with energy h nu is equal to E2 - E1. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഫോട്ടോൺ ഇൻഡ്യൂസസ് ദ എക്സൈറ്റഡ് ആറ്റംസ്. അപ്പം ഫോട്ടോൺ എക്സൈറ്റഡ് ആറ്റത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു ടു മേക്ക് ദി ഡൗൺവേർഡ് ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അതാണ് ഫോട്ടോൺ ഇൻഡ്യൂസസ് ദി എക്സൈറ്റഡ് ആറ്റം ടു മേക്ക് എ ഡൗൺവേർഡ് ട്രാൻസിഷൻ well before the atom can make the spontaneous emission. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സ്പോണ്ടേനിയസ് എമിഷൻ നടക്കരുത്, അതിൻ്റെ മുന്നേ നമ്മൾ ഇത് ചെയ്യണം. കാരണം സ്പോണ്ടേനിയസ് എമിഷൻ നമ്മൾ പറഞ്ഞതാണ് about 10⁸ സെക്കൻഡ്സിൽ നടക്കും. സോ അതിൻ്റെ മുന്നേ ചെയ്താൽ കാരണം സ്പോണ്ടേനിയസ് എമിഷൻ നാച്ചുറലി നടക്കുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മുന്നേ, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഒരു ഫോട്ടോൺ എമിഷൻ ലൈക്ക് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ താഴോട്ട് കൊണ്ടുവരാം. സോ ഈ പ്രോസസ്സ് നടക്കുന്നത് വെൽ ബിഫോർ ആൻ ആറ്റം മേക്ക് എ സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റിമുലേറ്റഡ് എമിഷനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ദാറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ഫോഴ്സ്ഡ് ഫോട്ടോൺ എമിഷൻ. നമ്മളായിട്ട് ഫോഴ്സ് ചെയ്യണം ബൈ ആൻ എക്സൈറ്റഡ് ആറ്റം ഡ്യൂ ടു ആൻ ആക്ഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി. എക്സ്റ്റേണൽ ഏജൻസി നമ്മളിവിടെ ഫോട്ടോൺ ആണ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. നമ്മളിവിടെ എന്താണ് ഇൻഡ്യൂസ് ചെയ്യണം, ഒരു ഫോട്ടോണെ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് എമിഷൻ എന്നും വിളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഈ ആറ്റം എന്താണ് തിരിച്ച് ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് താഴോട്ട് വരുമല്ലോ. അപ്പം താഴോട്ട് വരുമ്പോൾ എന്താണ് ഒരു ഫോട്ടോണെ ഇതാക്കില്ല, റിലീസ് ചെയ്യില്ലേ, നമ്മൾ പറഞ്ഞു ഫോട്ടോൺ റിലീസ് ആവും അവിടെ. അപ്പോൾ ഫോട്ടോൺ റിലീസ് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത ഫോട്ടോണിന്റെ അതേ എനർജി ആയിരിക്കും. ആൻഡ് ആ ഫോട്ടോൺ സത്യം പറഞ്ഞാൽ അബ്സോർബ് ചെയ്യുന്നില്ല. ആ പോയിന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്നാൽ ഈ ആറ്റം നമ്മൾ ഫോട്ടോൺ കൊടുക്കുന്ന ഫോട്ടോൺ ഈ ആറ്റം അബ്സോർബ് ചെയ്യുന്നില്ല, അതിനെ തട്ടി അതിനൊന്ന് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചാൽ അത് താഴോട്ട് വരികയാണ്. അപ്പം ഈ ഫോട്ടോൺ അതെന്താണ് അതിനെ തട്ടിങ്ങാണ്ട് എന്താ പറയുക പിന്നെ പോവും. ആൻഡ് ഈ ഒരു ആറ്റം താഴോട്ട് പോകുന്നതിന്റെ കാരണം കൊണ്ടും എന്താണ് ഒരു ഫോട്ടോൺ കോഡ്. സോ ഈ ഫോട്ടോണിന്റെ കാരണം കൊണ്ടാണല്ലോ മറ്റേ ഫോട്ടോൺ ലൈക്ക് ഈ ആറ്റത്തിൽ നിന്ന് ഫോട്ടോൺ റിലീസ് ആവുന്നത്. സോ ഇതിന്റെ കാരണം കൊണ്ടായതുകൊണ്ട് ദീസ് ടു ഫോട്ടോൺസ് വിൽ ഹാവ് ദി സെയിം പ്രോപ്പർട്ടീസ്. ഓക്കെ, സെയിം ഫ്രീക്വൻസി, സെയിം വേവ്, ലൈക്ക് ഫേസ് എല്ലാം സെയിം ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നമ്മൾ അതിനെ പറയും. സോ ദ പാസിംഗ് ഫോട്ടോൺ എഫക്റ്റ് ആവില്ല, ഇത് താഴത്തോട്ട് വരുന്നത്. ഓക്കെ, പാസിംഗ് ഫോട്ടോൺ എഫക്റ്റ് ആവില്ല. ഇനി ഈ പ്രോസസ്സിനെ നമുക്ക് എങ്ങനെ ഇതാക്കാം, റെപ്രസെന്റ് ചെയ്യാം, പ്രോസസ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നോക്കാം. So process can be represented by ഇവിടെ എന്താണ് അലിക്ക, നമ്മൾ
ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. നമ്മളൊരു ഫോട്ടോൺ അങ്ങോട്ട് കൊടുക്കുന്നു. സോ പ്ലസ് എച്ച് ന്യൂ, നമുക്ക് എന്ത് കിട്ടുന്നു? ആറ്റം തിരിച്ച് ലോവർ സ്റ്റേറ്റിലേക്ക് പോരുന്നു. സോ എ പ്ലസ് ഒരു എച്ച് ന്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് എങ്ങോട്ട് അബ്സോർബ് ചെയ്തിട്ടൊന്നുമില്ല, അത് പോകുന്നുണ്ട്. പ്ലസ് നമ്മൾ ആറ്റം താഴോട്ട് വന്നപ്പോൾ എച്ച് ന്യൂ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. സോ എച്ച് ന്യൂ പ്ലസ് എച്ച് ന്യൂ 2H ന്യൂ. ഇതാണ് സംഭവിക്കുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷനിൽ, ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ E1 ഉണ്ട്, E2 സ്റ്റേറ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ E2 സ്റ്റേറ്റിലാണ് എന്ത് ആറ്റം കിടക്കുന്നത്. നമ്മളൊരു ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി എച്ച് ന്യൂ കൊടുക്കുന്നു. സോ ഇത് എന്താണ്, ഇതിന് നഡ്ജ് ചെയ്ത് കണ്ട് ഇത് ഇങ്ങോട്ട് പോകും. അതിൻ്റെ കാരണം കൊണ്ട് ഇത് ഡൗൺവേർഡ്സ് ട്രാൻസിഷൻ നടത്തും ആൻഡ് വിത്ത് ദ റിലീസ് ഓഫ് ഫോട്ടോൺ. സോ ഇവിടെ ഒരു എന്താണ് ഫോട്ടോൺ കൊടുത്തും കണ്ട് നമുക്ക് 2 ഫോട്ടോൺ കിട്ടുന്നു, അങ്ങനെ പറയാം അല്ലേ. ആൻഡ് അതിൻ്റെ ഞാൻ പറഞ്ഞു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഈ 2 ഫോട്ടോണും സെയിം ഫ്രീക്വൻസി ആയിരിക്കും, സെയിം റിലേഷൻഷിപ്സ് ആയിക്കാരും, എല്ലാം അതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാതും മാച്ച് ചെയ്യും. സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ മാതിരിയല്ല, അവിടെ സ്പോണ്ടേനിയസ് ട്രാൻസിഷനിൽ അങ്ങനെ നടക്കില്ല, ഇവിടെ നടക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ എന്ന് പറയാം, അത് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ഇവിടെ നേരത്തെ എന്താണ് ഫോട്ടോൺ ഇല്ലായിരുന്നു ഇത് ഈ പ്രോസസ്സിൽ, പക്ഷേ ഇവിടെ ഫോട്ടോൺ ഉണ്ട്, അപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് P21 അല്ലേ, പ്രോബിലിറ്റി ഓഫ് ദ ആറ്റം ഗോയിങ് ഫ്രം ദ സെക്കൻഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ E1 to E2 to E1 by stimulated emission or stimulated transition, stimulated will be equal to അല്ലെങ്കിൽ will be proportional to, നമുക്കറിയാം probability will be proportional to എന്ത് ഫോട്ടോൺ ഡെൻസിറ്റി. ഫോട്ടോൺ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഇത് നടക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും or we can say P21 is equal to P21 is equal to stimulated P21 of stimulated emission is equal to എന്താണ് നമ്മൾ ഇത് കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. കോൺസ്റ്റന്റ് വി ആർ റിമൂവിങ് ദ പ്രൊപ്പോർഷനാലിറ്റി ബൈ എ കോൺസ്റ്റന്റ്, വി കോൾ ഇറ്റ് ആസ് B21 ഓഫ് റോ ന്യൂ, വേർ B21 is the, ഇവിടെ B21 എന്ത് വരും? B21 is the coefficient called Einstein coefficient for stimulated, Einstein coefficient for stimulated emission. ഓക്കെ. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആറ്റത്തിന്റെ കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക് ആയിക്കാരം ആൻഡ് നമ്മൾ പറഞ്ഞ മാതിരി എന്താണ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എനർജി ബിറ്റ്വീൻ E1 ആൻഡ് E2, അതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കോമൺ ആട്ടോ, ഒരേമാതിരി തന്നെ പോരുക, ആ ഒരു പ്രോസസ്സ് ഒന്നിന് പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാത്തിലും ഇങ്ങനെ മനസ്സിലാവും. ഓക്കെ. സോ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഹാപ്പനിങ് ഇൻ ദ മെറ്റീരിയൽ എന്തായിരിക്കാം ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ പ്രോബബിലിറ്റി ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് ഏത് സ്റ്റേറ്റിലാണോ E2. അപ്പോൾ E2 ആണ് ഇതപ്പം നമുക്ക് പറയാൻ പറ്റും the number of stimulated transition occurring in the material at any instant will be equal to the product of the number of atoms at the energy level E2 and the probability P21. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും? We can write it as thus number of atoms and let's call it an ST, stimulated an ST that undergoes downward transition എന്താണ് ഒരു ടൈം ഡ്യൂറിങ് del t ടൈം. അപ്പം ഡ്യൂറിങ് ടൈം del t will be equal to എന്ത് വരും? NST is equal to like P12 എന്താണ് P21 of stimulated, so B21 into number of atoms at energy level E2 into എന്താണ് rho of nu at time
del T. അപ്പോൾ ഇതാണ് എന്ത് NST വരും. അങ്ങനെയെങ്കിൽ റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ത് വരും? റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ RST is equal to dNST by dt. എന്താണ് del T by dt 1 ആയി പോകും. So the equation will be B21 N2 into rho of nu. So equation important ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിക്കാറുണ്ട്. give the equation for the rate of stimulated emission എന്നും ചോദിക്കാം. സോ ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. So let us put that in a box. Okay, so rate of stimulated emission എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എത്ര ആറ്റംസ് എനർജി ലെവൽ E2 കിടക്കുന്നുണ്ടെന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ photon density, എത്ര photon density. So the more number of atoms at the energy level E2, rate of stimulated emission will increase. Similarly, if the photon density is the number of photons coming at coming to the energy levels is increased, then that also increases the rate of stimulated emission. Okay അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് എന്ത്? ലേസറിലെ മെയിൻ പ്രോസസ്സ് എന്ന് പഠിച്ചു. പക്ഷെ അത് എങ്ങനെയാണ് ആ ലേസർ ലൈറ്റായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ അതിനാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺസ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺ. സോ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിലുണ്ടല്ലോ നമ്മളെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന പ്രോസസ്സിൽ, അതിൽ ഞാൻ പറഞ്ഞു ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോണും ഇൻഡ്യൂസിങ് ഫോട്ടോണിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫോട്ടോൺ ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ് will propagate in the same direction as that of the stimulating photon. Stimulate ചെയ്യുന്ന ഏതാണോ ഫോട്ടോൺ, അതിന് ആ ഫോട്ടോണിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും എന്ത് ഇൻഡ്യൂസ്ഡ് ഫോട്ടോണും ട്രാവൽ ചെയ്യുക. ഓക്കെ, ഫോട്ടോൺ ട്രാവൽ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ദ ഇൻഡ്യൂസ്ഡ് ഫോട്ടോൺ, അതേപോലെ തന്നെ ദ ഇൻഡ്യൂസ്ഡ് ഫോട്ടോൺ ഹാസ് ഫീച്ചേഴ്സ് ഐഡന്റിക്കൽ ടു ദാറ്റ് ഓഫ് ഇൻഡ്യൂസിങ് ഫോട്ടോൺ. ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോണിന്റെ അതേ ഫീച്ചേഴ്സ് ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ഫോട്ടോണും ഉണ്ടത്. ഇൻഡ്യൂസിങ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോൺ, ഇൻഡ്യൂസ്ഡ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം റിലീസ് ചെയ്യുന്ന ഫോട്ടോൺ. ഓക്കെ, അപ്പം എന്തൊക്കെ കാര്യം സിമിലർ ഫീച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ഓരോ ഫീച്ചേഴ്സ് ഏതായിരിക്കും? ഫേസ് സെയിം ആയിരിക്കും, ഫ്രീക്വൻസി സെയിം ആയിരിക്കും, അതിന്റെ പോളറൈസേഷന്റെ പ്ലെയിൻ സെയിം ആയിരിക്കും. സോ ഇതൊക്കെ എന്താണ്? ഇൻഡ്യൂസിങ് ഫോട്ടോണും ഇൻഡ്യൂസ്ഡ് ഫോട്ടോണും സെയിം ആയിരിക്കും. നമ്മളെ കൊടുക്കുന്ന ഫോട്ടോണിന്റെ അതേ സെയിം ഫ്രീക്വൻസി, ഫേസ് റിലേഷൻഷിപ്പ്, അതേപോലെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഒക്കെ അതിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും. സോ ആ ഒരു കാരണം കൊണ്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചർ ആണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ്. ഓക്കെ, ദ പ്രോസസ് ഇസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്തറിയോ? നമ്മൾ ഒരു ഫോട്ടോൺ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോണെ റിലീസ് ചെയ്തു. അപ്പോൾ എത്ര അവിടെ ഫോട്ടോൺ എമർജ് ചെയ്യുന്നുണ്ട്? 2 ഫോട്ടോൺ എമർജ് ചെയ്യുന്നു. ഈ 2 ഫോട്ടോൺസും വേറെ 2 ആറ്റത്തിനെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് വേറെ 2 എണ്ണം ഇതാക്കും. സോ ആ 2 എണ്ണം എന്താണ്? വേറെ 2 എണ്ണത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ ടോട്ടൽ 4 ആയി. ഈ 4 ഫോട്ടോൺസ് പിന്നെ 4 ആറ്റംസിനെ എന്താണ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് 4 ഫോട്ടോൺസിനെ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യും. സോ 8 ആയി. സോ ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് for one photon interacting with an excited atom, there are 2 photons emerging. And the 2 photons traveling in the same direction interact with 2 more excited atoms. Random excited atoms interact ചെയ്തുകൊണ്ട് generate 2 more photons and produces a total of 4 protons. Okay അല്ലേ? ഇനി 4 protons, so these 4 protons in turn stimulate 4 excited atoms and generate 8 photons. And this process it goes on and on. So the number of photons build up like in an avalanche, like chain reaction ആയിട്ട് അങ്ങനെ build up ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ വെച്ച് കണ്ട് മനസ്സിലാക്കാം. സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ ഒരു ഫോട്ടോൺ കൊടുക്കും, 2⁻⁴ ഒരു ഫോട്ടോൺ ഒരു എക്സൈറ്റഡ് ആറ്റത്തിനെ കൊടുക്കുന്നു. അപ്പം എന്താണ്? ഒരു ഫോട്ടോൺ
ഈ ഫോട്ടോൺ അതേപോലെ വരും ആൻഡ് ഈ എക്സൈറ്റഡ് ആറ്റം താഴോട്ട് പോകുമ്പോൾ ഫോട്ടോൺ ഇതാക്കുന്നു. അപ്പം എന്താണ് നമ്മൾ കൊടുത്ത ഫോട്ടോണ് എന്താണ് ഒരു ആറ്റത്തിന് ലൈക്ക് ഹിറ്റ് ചെയ്യും ആൻഡ് ഈ എമർജ് ചെയ്ത ഫോട്ടോണും ഒരു ആറ്റത്തിന് ഹിറ്റ് ചെയ്യും. സോ ഇതിൻ്റെ കാരണം കൊണ്ട് 2 വരും, ഇതിൻ്റെ കാരണം കൊണ്ട് 2 വരും. സോ ഇവിടെ 1 2 2 4 4 8 അങ്ങനെ പോയിങ്ങാണ്ട് ഇവിടെ 2 to the power n photons ഉണ്ടാവും. ഓക്കെ, 2 to the power n photons ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ്. അപ്പം ഇവിടെ നടക്കുന്ന പ്രോസസ്സിൽ എന്താണ് പെക്യൂരിയാരിറ്റി എന്ന് നമ്മൾ ഇതാക്കേണ്ടത്? ഈ ജനറേറ്റ് ചെയ്യുന്ന ലൈറ്റ് വേവ്സ് ഉണ്ടല്ലോ, ഈ ജനറേറ്റ് ചെയ്യുന്ന ലൈറ്റ് വേവ്സ് ഇതൊക്കെ ഒരു ഇനീഷ്യൽ വേവിൻ്റെ കാരണം കൊണ്ടാണ്. ആൻഡ് ഈ ഇനീഷ്യൽ വേവ് ആയിട്ട് എല്ലാതും സിമിലർ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാ ലൈക്ക് എമർജ് ചെയ്യുന്ന വേവും ഈ ഇനീഷ്യൽ വേവിന് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? ഈ വേവ്സ് ഒക്കെ എന്താണ്? അതുകൊണ്ട് കോഹിറൻ്റ് ആണ്. ഓക്കെ, ഓൾ ദ വേവ്സ് ആർ ഇൻ ഫേസ്. അത് ഫസ്റ്റ് പറയണം. നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ all the waves are in phase. So all the light waves generated in the medium are due to one initial wave and all of the waves are in phase. ഒരേ ഫേസിലാണ് എല്ലാ വേവ്സും. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ വേവ്സ് കോഹിറൻ്റ് ആണ്. കോഹിറൻ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നു. സോ thus the waves are coherent and they interfere constructively. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അവിടെ നടക്കുകയാണ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ പറഞ്ഞാൽ അത് നല്ല ഹൈ ഇൻറ്റൻസിറ്റി ആവും എന്നുള്ളതാണ് നമ്മളവിടെ വലിയ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആയിരിക്കും? ദ നമ്പർ ഓഫ് ആറ്റംസ്, സ്ക്വയർ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റേഡിയേറ്റിംഗ് ലൈറ്റ്. അപ്പം ഇവിടുത്തെ ടോട്ടൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് എമിഷനിലെ ടോട്ടൽ ഇൻറ്റൻസിറ്റി it is equal to the number, it is proportional to the number of atoms ആണ്. ഇവിടെ സ്ക്വയർ ഓഫ് നമ്പർ atoms ആണ്. സോ the total intensity, സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്, റേഡിയേറ്റിംഗ് ആറ്റംസ് ആയിരിക്കും. സോ ഹിയർ ദ ടോട്ടൽ ഇൻറ്റൻസിറ്റി IT will be equal to so IT will be equal to n square into I. ഓക്കെ, നമ്മൾ നേരത്തെ സ്പോണ്ടേനിയസ് എമിഷനിൽ നമ്മൾ പറഞ്ഞ എന്താണ്? സ്പോണ്ടേനിയസ് എമിഷനിൽ ദ ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താണ് നമ്പർ ഓഫ് റേഡിയേറ്റിംഗ് ആറ്റംസ്. പക്ഷേ ഇവിടെ എന്താണ്? ബിക്കോസ് ഓഫ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ് നമുക്ക് പറയാം ടോട്ടൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ഓഫ് നമ്പർ ഓഫ് റേഡിയേറ്റഡ് ആറ്റംസ് ആണ്. ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് നമ്പർ ഓഫ് റേഡിയേറ്റിംഗ് ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് റേഡിയേറ്റിംഗ് എന്ന് പറയാം. സോ IT is, again ഞാൻ ഒന്നുകൂടി എഴുതാം, that is IT is equal to total intensity is equal to n square into I. Intensity of light n square എന്ന് പറഞ്ഞാൽ n പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ്, അതിൻ്റെ സ്ക്വയർ ആണ് അവിടെ. സോ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് വളരെ കൂടുതലാണ് മെറ്റീരിയൽ മീഡിയത്തിൽ. സോ ദ കൊഹിറന്റ് എമിഷൻ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റിനെ ഉണ്ടാക്കുന്നു. സോ the light is amplified. Okay, light is amplified. So we can say that since the number of photons, number of atoms in the material medium is very large, the coherent emission leads to an enormously high intense light. Okay, very high intense light ഇതാക്കുന്നു. And we can say that the incident light is amplified. ഇവിടെ amplification നടക്കുന്നു. So ഇവിടെ പറയാൻ പറ്റുന്നതാണ് process of stimulated emission is the key to the operation of a laser. ലേസറിന്റെ ഓപ്പറേഷനിൽ പ്രോസസ് ഓഫ് stimulated emission ഒരു കീ പ്രോസസ് ആണ്. ഓക്കെ, സോ ദസ് വി ക്യാൻ സേ ദാറ്റ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഇസ് ദ കീ ഓപ്പറേഷൻ ഓഫ് എ ലേസർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം ഇതാണെന്ത് നമ്മുടെ 3 ഒപ്റ്റിക്കൽ പ്രോസസ്സ്. ഏതൊക്കെയാണ് ഒപ്റ്റിക്കൽ പ്രോസസ്സ്? അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ഈ 3 എന്താണ് ഒപ്റ്റിക്കൽ പ്രോസസ്സും നമ്മൾ പഠിച്ചു. ആൻഡ്
എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ് വെച്ചുകൊണ്ടാണ് സ്റ്റിമുലേറ്റഡ് എമിഷനിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ് വെച്ചുകൊണ്ടാണ് ലേസറിൽ പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. സോ ഇനി ഇതിൽ വരാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഇതാണ്, ലൈക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടു പ്രോസസ്. അതിൽ മെയിൻ ആയിട്ട് ചോദിക്കുക സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. സോ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, സോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷൻ കംപ്ലീറ്റ്ലി റാൻഡം ആണ്, പ്രോബബിലിസ്റ്റിക് ആണ്. സോ ഇറ്റ് ഈസ് എ റാൻഡം ആൻഡ് പ്രോബബിലിസ്റ്റിക് പ്രോസസ്. ബട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണോ? റാൻഡം അല്ല. നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നതിന് മുന്നേ നമ്മളായിട്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് നോട്ട് എ റാൻഡം പ്രോസസ്. ദെൻ സ്പോണ്ടേനിയസ് എമിഷന് നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കുന്നു. ഇറ്റ് ഈസ് നാച്ചുറൽ ഡി എക്സൈറ്റേഷൻ നടക്കുകയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് അമിനബിൾ ഫ്രം കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ്. നമ്മളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് അമിനബിൾ ഫ്രം ദ കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ് ഫോർ കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ്. പക്ഷേ സ്റ്റിമുലേറ്റഡ് എമിഷൻ നമ്മളാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് അമിനബിൾ ഫോർ കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ്. നമുക്ക് ചേഞ്ച് നടത്താൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലൈറ്റിന്റെ ഡയറക്ഷന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് എമിഷനിൽ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നത് എന്താണ്, നോൺ യൂണിഫോം ആണ്. ഓൾ ഡയറക്ഷനിൽ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ചറപറ ഓൾ ഡയറക്ഷനിൽ എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ്, ലൈറ്റ് നോൺ ഡയറക്ഷനാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണ്, ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നത് എന്താണ്, സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോണിന് സെയിം ഡയറക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ഡയറക്ഷൻ ഓർ യൂണിയൻ ഡയറക്ഷനൽ വിത്ത് അല്ലെങ്കിൽ സെയിം ഡയറക്ഷൻ ആസ് ദി സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ. ദെൻ ഫോട്ടോൺ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷനിൽ എന്താണ് സംഭവിക്കുന്നത്, ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു ഓരോ ഫോട്ടോണിന്റെ ഫ്രീക്വൻസിയും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. സോ there will be change in frequency. So it is not monochromatic. Light produced in spontaneous emission is not monochromatic. But in lasers എന്താണ്, ഫോട്ടോണിന്റെ ഫ്രീക്വൻസീസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ വളരെ നാരോ ഡിഫറൻസ് ആയിരിക്കും. സോ വെരി സ്മോൾ ഡിഫറൻസസ് ഉണ്ടാവുള്ളൂ. സോ ഇൻ ഓൾ നമ്മളത് ലൈറ്റ് ഇൻറ്റൻസിറ്റി ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ്. സോ ഇറ്റ് ഈസ് മോണോക്രോമാറ്റിക്. ലൈറ്റ് ഇൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഇസ് മോണോക്രോമാറ്റിക്. ഓക്കെ, ദെൻ നമ്മൾ സ്പോണ്ടേനിയസ് എമിഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോൺസ് ഇൻകോഹിറന്റ് ആണ്. അതിന് സെയിം ഫേസ് റിലേഷൻഷിപ്പ് ഫ്രീക്വൻസി ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ഇൻകോഹിറന്റ്. But in the case of stimulated emission, the photons emitted are all in phase. എല്ലാതും ഒരേ ഫേസിലാണ്. So therefore the light is coherent. Okay, then in the case of spontaneous emission അവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കണമെങ്കിൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ് നടക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ് നടക്കുന്നില്ല. ഫോട്ടോൺസ് കുറെ പോകുന്നുണ്ട്, പക്ഷെ ഇതൊന്നും എന്താണ് സെയിം ഫേസും കോഹിറന്റും അല്ലാത്തതുകൊണ്ട് അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഒന്നും നടക്കുന്നില്ല. സോ നോ ആംപ്ലിഫിക്കേഷൻ ഓഫ് ലൈറ്റ് ഡ്യൂ ടു in this process ഡ്യൂ ടു മൾട്ടിപ്ലിക്കേഷൻ ഫോട്ടോൺ ഇല്ലാത്തതുകൊണ്ട് നോ ആംപ്ലിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. പക്ഷേ സ്റ്റിമുലേറ്റഡ് എമിഷന്റെ കേസിലോ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ് നടക്കുന്നത് വെച്ച് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് എന്താണ്, സ്പോണ്ടേനിയസ് എമിഷനിൽ ഓരോ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണും ഡിഫറെന്റ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ആയി. കാരണം അതിന്റെ ഓറിയന്റേഷൻ വേണം റാൻഡം ആയിരിക്കും. സോ അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ലേസർ ഓൾ ഐഡന്റിക്കൽ ആയിരിക്കും അതിന്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. സോ ഇറ്റ് ഈസ് പോളറൈസ്ഡ്. Okay, so these are the differences or distinctions between spontaneous emission and stimulated emission. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിൽ കുറേ ടൈം ചോദിച്ചതാണ്. സോ ദാറ്റ്സ് വൈ ഐ ഇൻക്ലൂഡഡ് ഇറ്റ് ആസ് എ സെപ്പറേറ്റ് തിങ്. സോ സ്റ്റഡി ദിസ് പ്രോപ്പർലി. ഓക്കെ, സോ ഒപ്റ്റിക്കൽ പ്രോസസ്സിൽ നമ്മൾ മൂന്നും പറഞ്ഞു. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് റേറ്റ് ഓഫ് ഓരോ ഇതും, റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ, റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ, റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, ഇതിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആ പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ റേ ഡയഗ്രം ഇമ്പോർട്ടൻ്റ്. ആ റേ ഡയഗ്രം വെച്ചുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഓക്കെ നമ്മൾ പറഞ്ഞു എന്താണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഇസ് ദ പ്രിൻസിപ്പൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് ലേസേഴ്സ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് അതിൽ നടക്കുന്നത്, നമ്മൾ അച്ചീവ് ചെയ്യുന്നതിൽ നമുക്ക് നോക്കണം. സോ അത് നമുക്ക് ഇതാക്കാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഒപ്റ്റിക്കൽ പ്രോസസ്സിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്ന് പറയാം. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് എ ഫോട്ടോൺ ഫ്രം an atom
by inducing a photon. Okay, അങ്ങനെ ഇതാക്കാൻ പറ്റും. Then give a equation for rate of stimulated emission. നമ്മൾ rate of stimulated emission ചോദിക്കാം. So rate of stimulated emission എന്ന് പറഞ്ഞാൽ RST is equal to എന്താണ് നമുക്ക് വന്നത് dNST by dt, which is equal to B21 N2 rho nu വരും. Rho of nu frequency. അപ്പം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റന്റ് B21, Einstein coefficient for stimulated emission, N2 number of atoms at energy level E2, then rho of nu, that is the photon density. Okay, then അടുത്തത് പറഞ്ഞാൽ explain stimulated emission process explain ചെയ്യുക with the help of energy level diagram. ഇത് രണ്ടും 3 മാർക്സിനാണ്. ഫസ്റ്റ് ചോദിച്ചത് May 2025, സെക്കൻഡ് December 2024. സോ ഇവിടെ എന്താണ് നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം കാണിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് എന്താണ് ബിഫോർ കേസ് കൊടുക്കുക. ബിഫോർ കേസിൽ എന്താണ്? ബിഫോർ കേസിൽ ആറ്റം E2 സ്റ്റേറ്റിലായിരുന്നു ആൻഡ് നമ്മളൊരു ഫോട്ടോൺ കൊടുക്കുകയാണ്. സോ അത് താഴോട്ട് വരും E1ലേക്ക് വിത്ത് ദ റിലീസ് ഓഫ് ഫോട്ടോൺ ആൻഡ് ദ സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ വിൽ ഓൾസോ ഗോ ടു ദ സെയിം ഡയറക്ഷൻ. ആ ഒരു എനർജി ലെവൽ ഡയഗ്രാമും ഇതാക്കുക. നമ്മൾ എപ്പോഴും എന്താണ് സ്റ്റിമുലേറ്റിംഗ് ലൈക്ക് ഒപ്റ്റിക്കൽ പ്രോസസ്സിനെ പറ്റി ചോദിച്ചാൽ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, അത് അവിടെ വരയ്ക്കുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റൻ ആയിട്ട് വന്നത് അത് ഫിസിക്കൽ ലൈക്ക് ഫിസിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസിൽ വന്നതാണ്. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇതും ചോദിച്ചിരിക്കണം. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ചോദിക്കാം. സോ ദീസ് ആർ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ഫ്രം ദിസ് ടോപ്പിക്. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ഓർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലേസറിലേക്ക് കിടക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലേസറിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ലെറ്റ് us കൺസിഡർ ദ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഈസ് ഇൻ ദ സെയിം എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് സെയിം എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്ന് കൺസിഡർ ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇൻ ദ സെയിം എക്സൈറ്റഡ് സ്റ്റേറ്റ്. Okay, so let us consider a group of atoms are all in the same excited state. Are all in the same excited state. അപ്പം ഇവിടെ എന്താണ് ഒരു ഫോട്ടോൺ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കും. ഒരു ആറ്റത്തിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നാൽ പിന്നെയും അത് അങ്ങനെ കണ്ടിന്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെയിൻ റിയാക്ഷൻ നടക്കുകയാണ്. സോ എ പാസിംഗ് ഫോട്ടോൺ മേ കോസ് stimulated emission in one of these atoms. Okay, passing photon will cause stimulated emission in one of these atoms. Okay, a passing photon will make a stimulated like cause stimulated ഒരു passing photon അവിടെ stimulated emission cause ചെയ്യും and this will result in the emission of two photons and each of these photons may cause induced emission in two other photons and this will create an results in the emission of four photons and ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സോ ഇത് എന്താണ് കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്. സോ each of these photon may cause induced emission in other two photons and this process may കണ്ടിന്യൂ ഇൻ എ ചെയിൻ റിയാക്ഷൻ. നമ്മൾ പറഞ്ഞു ഓൾറെഡി മൾട്ടിപ്പിൾ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ റിസൾട്ടിങ് എന്താണ് നടക്കുന്നത്? ദ റിസൾട്ട് വിൽ ബി എൻ ഇന്റൻസ് ബീം ഓഫ് ഫോട്ടോൺസ്. ഇറ്റ് വിൽ ബി എൻ ഇന്റൻസ് ബീം ഓഫ് ഫോട്ടോൺസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എല്ലാം സെയിം ഡയറക്ഷൻ ആയിരിക്കും ആൻഡ് ഓൾ ആർ കോഹിറന്റ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ലേസർ. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റിമുലേറ്റ് എമിഷൻ നടത്തണം. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ. ബേസിക്കലി ലേസർ ഉണ്ടാവണമെങ്കിൽ അതാണ്. സോ ഇവിടെ പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ പഠിച്ച 3 ഒപ്റ്റിക്കൽ പ്രോസസ്സ് ഉണ്ടല്ലോ. ഈ 3 ഒപ്റ്റിക്കൽ പ്രോസസ്സും ഇറ്റ് ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ occur simultaneously. അത് ഓക്കെ. അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, ദീസ് 3 occurs simultaneously. അത് ഓക്കെയാണ്. പക്ഷേ എന്താണ് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ the rate of absorption will be equal to, absorption will always be equal to emission. Okay, the absorption and emission will balance each other out. Okay, absorption will balance each other out. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ n absorption will be equal to emission. So absorption ഒന്നേ ഉള്ളൂ, ഇന്നേ ഉള്ളൂ. പക്ഷേ എമിഷൻ എന്താണ്? 2 ടൈപ്പ് ഉണ്ട്. that is spontaneous emission and stimulated emission. So n
spontaneous plus n stimulated. So NABന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പറയുന്നത്? B12 N1 rho nu of del T which is equal to NSP എന്ന് പറഞ്ഞാൽ A12 N2 del T plus A21 ആയിക്കറിയാം ഇവിടെ A21 N2 del T plus B21 N2 rho of nu del T എന്ന് വരും. സോ ഇവിടെ ഡെൽറ്റ എല്ലാത്തിലും കോമൺ ആണ്, നമുക്ക് ഡെൽറ്റ ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് വിൽ ഹാപ്പൻ? ദ ഇക്വേഷൻ വിൽ ബിക്കം B12 N1 rho of nu which will be equal to A21 N2 plus B21 N2 of rho of nu. അപ്പം ഈ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ അബ്സോർപ്ഷൻ വിൽ ബി ഈക്വൽ ടു എമിഷൻ. ഓക്കെ, സോ അങ്ങനെയാണ് നടക്കുന്നത്. അത് നമുക്ക് റേ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാ പ്രോസസ്സും ലൈക്ക് സൈമിൾട്ടേനിയസ്ലി ഒക്കർ ചെയ്യുന്നുണ്ട്. സോ അബ്സോർപ്ഷൻ ഇവിടെ നടക്കുന്നു, എന്താണ് ഒരു ഫോട്ടോൺ പാസ് ചെയ്തുകൊണ്ട് ദെൻ ആ അബ്സോർപ്ഷൻ നടന്ന് സ്പോണ്ടേനിയസ് എമിഷൻ ഇവിടെ നടക്കുന്നു. ദെൻ ആ സ്പോണ്ടേനിയസ് എമിഷൻ റിലീസ് ചെയ്ത ഫോട്ടോൺ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കാം. ഇതൊക്കെ സൈമിൾട്ടേനിയസ്ലി നടക്കുകയാണ്, ഓരോരോ സ്റ്റെപ്പായിട്ടല്ല നടക്കുന്നത്, സൈമിൾട്ടേനിയസ്ലി നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു മീഡിയം കൺസിഡർ ചെയ്യാണ് വിത്ത് തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്കറിയാം തെർമൽ ഇക്വിലിബ്രിയത്തിൽ ലോവർ ലെവലിലായിരിക്കും കൂടുതൽ ആറ്റംസ്. സോ ഇഫ് യു ആർ കൺസിഡറിങ് എ മീഡിയം ഇൻ തെർമൽ ഇക്വിലിബ്രിയം there would be more atoms in the lower level than at the higher level. ശരിയല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? N1 will be greater than N2 അല്ലേ? അപ്പം N1-ലാണ് എന്ത് പ്രോസസ്സ് കൂടുതലെങ്കിൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫോട്ടോൺ വരികയാണ്. ഓക്കെ, ഒരു ഫോട്ടോൺ വരികയാണ്, ഇവിടെ ആറ്റംസ് ഉണ്ട്, ഇവിടെ ആറ്റംസ് ഉണ്ട്. അപ്പം അബ്സോർപ്ഷൻ നടക്കാം. ഞാൻ സ്പോണ്ടേനിയസ് എമിഷനെ പറ്റി നമ്മൾ പറയുന്നില്ല, നമ്മളിവിടെ അബ്സോർപ്ഷനും സ്റ്റിമുലേറ്റഡ് എമിഷനുമാണ് പറയുന്നത്. അപ്പം ഒരു എനർജി എനർജി എച്ച് ന്യൂ ഇല്ല ഒരു ഫോട്ടോൺ വരികയാണെങ്കിൽ ദ ചാൻസസ് ഓഫ് ഇറ്റ് എന്താണ് ലൈക്ക് ഈ പ്രോസസ്സ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനും ഇൻഡ്യൂസ്ഡ് എമിഷനും ഹാപ്പൻ ചെയ്യുന്നത് ഈക്വൽ ആണ്. ഓക്കെ, അത് രണ്ടും ഈക്വൽ ആണ്, അത് ആലോചിക്കുക, ഈക്വൽ ആണ്. സോ പക്ഷേ എന്താണ്, ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി എനർജി ലെവൽ ഈവൺ ഈസ് ഹയർ. സോ എന്താണ്, അതുകൊണ്ട് ഈവൻ ദോ ദ ചാൻസസ് ഓഫ് എ ഫോട്ടോൺ stimulating both of these processes are equal, since the number of atoms at level E1 is higher, the process of absorption always dominates the process of stimulated emission. Okay അല്ലേ? അതൊരു പോയിന്റ്. So the process of absorption dominates the process of stimulated emission. ഇതേപോലെ തന്നെ ഒരു ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് വെച്ചാൽ എന്താണ്, താഴോട്ട് വരിക വിത്തൗട്ട് എനി നമ്മളൊന്നും കൊടുക്കാതെ വിത്തൗട്ട് എന്താണ് താഴോട്ട് വരിക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ എന്താ പറയുക അതർ ദാൻ സ്റ്റിമുലേറ്റിംഗ് എമിഷൻ. സ്റ്റിമുലേറ്റ് ഫോട്ടോൺ സ്റ്റിമുലേറ്റ് ചെയ്യാതെ അത് ഇതാക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം ദാറ്റ് ഈസ് എ പ്രോബബിലിസ്റ്റിക് പ്രോസസ് ആൻഡ് ദാറ്റ് വിൽ ഹാപ്പൻ ഈവൻ വിത്തൗട്ട് എനിത്തിങ്, ലൈക്ക് നമ്മളൊന്നും ചെയ്യണ്ട, അപ്പോൾ അത് നടക്കും. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ സ്പോണ്ടേനിയസ് എമിഷനാണ് എന്താണ് കൂടുതൽ ചാൻസ് അല്ലേ? അപ്പം എന്താണ് ദ സ്പോണ്ടേനിയസ് എമിഷൻ ഓൾസോ ഡോമിനേറ്റ്സ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ഇവിടെ എന്താ പ്രശ്നം വരുന്നത്, നമുക്ക് ആവശ്യമുള്ള പ്രോസസ് ചെയ്താൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ, പക്ഷേ അബ്സോർപ്ഷൻ എന്താണ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റിമുലേറ്റഡ് എമിഷനെ കാട്ടിയും. അതേപോലെ തന്നെ നമ്മളെ സ്പോണ്ടേനിയസ് എമിഷനും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ എന്തുകൊണ്ടാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്പോണ്ടേനിയസ് എമിഷൻ ഡോമിനേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഫോട്ടോൺ ഡെൻസിറ്റി ഉണ്ടാവാം അല്ലെ, ഫോട്ടോൺ അവിടെ ഉണ്ടാവാം, പക്ഷെ ഫോട്ടോൺ എന്താണ് ഏറ്റവും കൂടുതൽ ചാൻസ്, ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ നടത്താനാണ് ചാൻസ്. അപ്പം അതിനാണ് കൂടുതൽ കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ആണ് കൂടുതൽ നടക്കണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ നടക്കാൻ കാരണം ഞാൻ പറഞ്ഞു അവിടെ N2ത്തെ നമ്പർ ഓഫ് ആറ്റംസ് ആണ് കൂടുതൽ. അപ്പൊ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ N2ത്തെ ആറ്റംസ് ആണ് കൂടുതൽ എങ്കിൽ എന്താണ് അവിടെ
എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കില്ല. സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കില്ലെങ്കിൽ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കില്ലെങ്കിൽ ആഫ്റ്റർ എ വൈൽ, ആഫ്റ്റർ 10⁸ seconds ആ ലൈഫ് ടൈം കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും. സോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രോസസ് ഓഫ് അബ്സോർപ്ഷൻ ഡോമിനേറ്റ്സ് ദ പ്രോസസ് ഓഫ് stimulated emission. Also process of spontaneous emission dominates the process of stimulated emission. പക്ഷെ നമുക്ക് എന്താ വേണ്ടത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് വേണ്ടത്. സോ ലേസിങ് സസ്റ്റെയിൻ ലേസിങ്, നമുക്ക് ലേസിങ് സസ്റ്റെയിൻ ആയി കണ്ട് വരണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ പറയാണ് ലേസർ എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നതിന് നമ്മൾ വീണ്ടും പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ വേണം. സോ the laser operation is achieved when stimulated emission exceeds in a large way than the other two processes. പക്ഷെ ശരിക്കുള്ള റിയൽ പ്രാക്ടീസിൽ അതാണോ? അല്ല. ഇൻ പ്രാക്ടീസ് അബ്സോർപ്ഷൻ ആൻഡ് സ്പോണ്ടേനിയസ് എമിഷൻ ഓൾവേസ് occur together with stimulated emission and both of them dominates it. അല്ലേ? both of them dominates it. അപ്പം നമുക്ക് എന്താണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്റ്റിമുലേറ്റഡ് എമിഷനെ കൂട്ടണം. അപ്പൊ അതെങ്ങനെ കൂട്ടണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ലെറ്റ് us now look at the conditions under which the number of stimulated transition can be made larger than the other two transition. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഫോർ സസ്റ്റെയിൻ ലേസിംഗ്, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, കണ്ടീഷൻ ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു ഡോമിനേറ്റ് സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പൊ നമുക്ക് സ്പോണ്ടേനിയസ് എമിഷനെ താഴ്ത്തിങ്ങാണ്ട് സ്റ്റിമുലേറ്റഡ് എമിഷനെ കൂട്ടണം. സോ നമുക്കത് കാണണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് റേഷ്യോ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു സ്പോണ്ടേനിയസ് എമിഷൻ ആണ് കിട്ടുന്നത്. സോ the ratio of spontaneous emission to stimulated transition to spontaneous transition എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, അപ്പം കണ്ടീഷൻ ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു ഡോമിനേറ്റ് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ ടു സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ stimulated transition divided by spontaneous transition which will be equal to എന്താണ് റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ ആണ് നോക്കുന്നത്. സോ റേറ്റ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ ഇസ് B21 N2 rho of nu divided by A21 N2. So N2 can be cancelled. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും it will be B21 rho of nu divided by A21. ഓക്കെ, ഇതിൽ നമുക്ക് B21 by A21 ഒരു പാരാമീറ്ററും റോ ഓഫ് ന്യൂ ആയിട്ടൊരു പാരാമീറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, B21 ഒരു പാരാമീറ്ററും റോ ഓഫ് ന്യൂ ആയിട്ട് റോ ഓഫ് ന്യൂ വേറൊരു പാരാമീറ്റർ ആയിട്ടും എടുക്കാം. ഓക്കെ അല്ലേ? അപ്പം അതാണ് കിട്ടിയത്. അപ്പം ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ ഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്തിന് സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ എന്താണ്? റേഡിയേഷൻ ഡെൻസിറ്റി, ദാറ്റ് ഈസ് ഫോട്ടോൺ ഡെൻസിറ്റി റോ ന്യൂ ഷുഡ് ബി ലാർജ്. ഓക്കെ, പക്ഷേ അവിടെ ഞാൻ പറയുന്നത് പക്ഷേ അത് മാത്രമായിട്ട് കാര്യമില്ല. ദ പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഈസ് റിക്വയർഡ്. ബട്ട് അത് എന്താണ്? സ്പോണ്ടേനിയസ് എമിഷൻ മാത്രമല്ല ഗ്യാരണ്ടി ആണ്, അബ്സോർപ്ഷൻ ട്രാൻസിഷനും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. സോ എന്താണ്? ലാർജ് ഫോട്ടോൺ ഡെൻസിറ്റി വിൽ നോട്ട് മീൻ അത് മാത്രം ഗ്യാരണ്ടി ചെയ്യില്ല. നെക്സ്റ്റ് എന്താണ്? B21 by A21 എന്താണ്? കൂടണം. ഇറ്റ് ഷുഡ് ഓൾസോ ബി ലാർജ്. അതിൽ പറഞ്ഞാൽ 1/A21 നമ്പർ മീൻ ലൈഫ് ടൈം ആണ്. അപ്പം മീൻ ലൈഫ് ടൈം കൂടുകയാണെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ്സിന് ലോങ്ങർ ലൈഫ് ടൈം കൂടുകയാണെങ്കിലും എന്താണ്? നമുക്ക് സ്റ്റിമുലേറ്റഡ് എമിഷനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിക്കും സ്പോണ്ടേനിയസ് എമിഷനെ കാട്ടി. സോ നമ്മൾ പറയുന്നത് സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ വിൽ ഡോമിനേറ്റ് ദ പ്രോസസ് ഓഫ് dominate the spontaneous transition if the radiation density rho nu is very large and B21 by A21 is also large. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? In other words, the presence of a large number of photons in the active medium is required,
but it will not, അത് മാത്രമാണെങ്കിൽ it will not guarantee it because the rate of induced absorption കൂടും. So അത് മാത്രമല്ല, so also it is necessary that the excited state has a longer lifetime. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടിയത്. ഇനി നമുക്ക് സ്റ്റിമുലേറ്റഡ് എമിഷനെ അബ്സോർപ്ഷൻ ട്രാൻസിഷനെ കാട്ടി കൂട്ടിക്കണം. അപ്പോൾ എന്താണ് the ratio of stimulated transition to absorption transition? So stimulated transition divided by absorption transition, which will give us എന്തായിരുന്നു equation stimulated transition നമ്മൾ already എഴുതി, that is B21 rho of nu N2 divided by B12 rho of nu N1 എന്ന് വരും, which is equal to നമുക്ക് എന്താ കിട്ടുക N2 divided by N1. ഇവിടെ എന്താണ് ഔട്ട് വരിക, റോ ഓഫ് ന്യൂ മനസ്സിലായി. B12 ഈക്വൽ ടു B21 ആണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. ആസ് B12 ഈക്വൽ ടു B21. അതെന്തുകൊണ്ടായി? ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് ഒരു ഫോട്ടോൺ വരികയാണ്, ഫോട്ടോൺ വന്ന് എന്താണ് അപ്പർ ലെവലിലും ആറ്റംസ് ഉണ്ട്, ലോവർ ലെവലിലും ആറ്റംസ് ഉണ്ട്. അവിടെ അബ്സോർപ്ഷനും സ്റ്റിമുലേഷനും നടക്കാനുള്ള ചാൻസ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആവില്ലേ? കാരണം B21 എന്താ, ദ പ്രോബബിലിറ്റി ഓഫ് എ ഫോട്ടോൺ മേക്കിംഗ് ഹാപ്പൻ അബ്സോർപ്ഷൻ ട്രാൻസിഷൻ. B21 എന്താ, ദ പ്രോബബിലിറ്റി ഓഫ് ഫോട്ടോൺ മേക്കിംഗ് ഹാപ്പൻ stimulated transition. So either end probability for absorption transition will be equal to the probability of stimulated transition. That's why B12 is equal to B21. Okay അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? N2 by N1 കിട്ടി. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ ഈ കേസിൽ എന്ത് അബ്സോർപ്ഷൻ ട്രാൻസിഷനും കാട്ടി ഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ if it should overwhelm the absorption process if N2 is greater than N1. അതെന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ എനർജി ലെവൽ E2 ആയ ഹയർ എനർജി ലെവലിൽ ലോവർ എനർജി ലെവലിനെക്കാട്ടിയും ആറ്റംസ് വേണം എന്നാലേ എന്താണ് അബ്സോർപ്ഷൻ ട്രാൻസിഷനെക്കാട്ടിയും സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ 3 കണ്ടീഷൻസ് പഠിച്ചു, അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പം അതിന്റെ മുന്നേ അപ്പം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഷുഡ് ബി മോർ ആറ്റംസ് പ്രസന്റ് ഇൻ ദ ഹയർ എനർജി ലെവൽ ദാൻ ഇൻ ദ ലോവർ എനർജി ലെവൽ ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു ഡോമിനേറ്റ് ഓവർ അബ്സോർപ്ഷൻ ട്രാൻസിഷൻ ആണ് സ്പോണ്ടേനിയസ് എമിഷൻ. അബ്സോർപ്ഷൻ ട്രാൻസിഷൻ ആൻഡ് സ്പോണ്ടേനിയസ് എമിഷൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ പഠിച്ച 3 പോയിന്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. So നമുക്ക് പറയാൻ പറ്റും a medium amplifies light only when these 3 conditions are fulfilled. അപ്പം a medium amplifies light only when these 3 conditions are fulfilled. ഏതൊക്കെയാണ് 3 conditions? That is the radiation density rho nu must be high. അപ്പോൾ rho nu radiation density must be high. അതൊരു പോയിന്റ്. Then the ratio B21 divided by A21 should be large. Then the population at the excited state should be greater than excited state lower energy population കൂടണം lower energy level കാട്ടി, that is N2 should be very very greater than N1. So these 3 conditions satisfy ചെയ്താൽ മാത്രമേ അവിടെ നടക്കുള്ളൂ, ലേസിംഗ് ആക്ഷൻ നടക്കുള്ളൂ. So these are the conditions for sustained lacing. So നമ്മൾ ഈ 3 പോയിന്റിലും എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്താണ്, നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഫോട്ടോൺ ഡെൻസിറ്റി കൂട്ടിയാൽ മതി. അത് നമുക്ക് എന്താണ്, അത് നമുക്കൊന്നും ചെയ്യാം, വേറെ പ്രോസസ്സ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചെയ്യാനുള്ളൂ. പക്ഷെ മറ്റേത് രണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് തേർഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി എന്താണ്? N2 should be like the population at the excited state should be more than the population at the lower level or the ground energy level. അതാണ് നമുക്ക്. So to achieve that high percentage of stimulated emission, നമുക്കൊരു ആർട്ടിഫിഷ്യൽ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഉണ്ടാക്കണം വേർ ദ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് E2 is greater than number of atoms at E1. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ആർട്ടിഫിഷ്യൽ കേസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് ഇൻ ദ മീഡിയം. സോ നൗ we will look at what is population inversion. Okay, so population inversion നമുക്ക് പറയുന്നതിന് മുന്നേ
നമ്മൾ ഒരു മെറ്റീരിയൽ മീഡിയം കൺസിഡർ ചെയ്യാണ്, അവിടെ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ട്. സോ വെൻ എ മെറ്റീരിയൽ മീഡിയം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ദ പോപ്പുലേഷൻ റേഷ്യോ അവിടെ ഗവേൺ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്ത് കണ്ടാണ്? ബോൾട്ട്സ്മാൻ ഫാക്ടർ ആണ്. അതിന്റെ ബോൾട്ട്സ്മാൻ ഫാക്ടർ ആണ് അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. ഇക്വേഷൻ ഇസ് നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് N2 by N1 is equal to e to the power minus E2 minus E1 by KT. ഇത് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ഐ മീൻ പ്ലസ് വണ്ണിൽ പഠിച്ചായിരിക്കും മാത്സ് ഇതിൽ തെർമോഡൈനാമിക്സിൽ. പക്ഷേ ഞാൻ ജസ്റ്റ് അങ്ങനെയാണ് പറഞ്ഞത് പഠിക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ബട്ട് നെവർതലെസ് നമുക്കിപ്പം ഈ ഇക്വേഷൻ ഇവിടെ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. സോ N2 by N1 is equal to e to the power minus E2 minus E1 divided by KT. K എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് ഇവിടെ. T is the temperature. തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് പറയുന്നത്. സോ ഇവിടെ ബേസിക്കലി എന്ത് ഉദ്ദേശിക്കുന്നത്? N21 is equal to N1 into e to the power some power. സോ ബേസിക്കലി എന്ത് ഉദ്ദേശിക്കുന്നത്? അണ്ടർ തെർമൽ ഇക്വിലിബ്രിയം the population N2 at energy E2 will be smaller than the population at എന്താണ് E1. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. This according to this equation, population N2 at the excited level E2 will be far smaller than the population N1 at the E1 level. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ വാല്യൂസ് എടുക്കുകയാണ് E1 E2. അങ്ങനെയാണെങ്കിൽ N1 പോപ്പുലേഷൻ 10 to the power minus 30 ആയിട്ട് ലാർജർ ആയിക്കാരം N2 കാട്ടി. എന്താണ് N1 പോപ്പുലേഷൻ 10 to the power 30. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് N1 വിൽ ബി ഈക്വൽ ടു 10 to the power 30 ടൈംസ് N2 ആയിരിക്കും. അതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ എന്ത്? നോർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതായത് കണ്ടീഷൻ ഇൻ വിച്ച് ദർ ആർ മോർ ആറ്റംസ് ഇൻ ദ ലോവർ എനർജി ലെവൽ ദാൻ ദി ഹയർ എനർജി ലെവൽ. ഇതിനെയാണ് നമ്മൾ നോർമൽ സ്റ്റേറ്റ് ഓർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ആർ മോർ ആറ്റംസ് ഇൻ ദി ലോവർ എനർജി ലെവൽ ആൻഡ് റിലേറ്റീവ്ലി ലെസ്സർ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഹയർ എനർജി ലെവൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ എന്ത്? നോർമൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? N1 വിൽ ബി വെരി വെരി ഗ്രേറ്റർ ദാൻ N2. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷനെ പറ്റി പറയുന്നത്. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്, പോപ്പുലേഷൻ ഇൻവേർഷൻ ഇസ് ദ കണ്ടീഷൻ ഓഫ് ദ മെറ്റീരിയൽ ഇൻ വിച്ച് ദ പോപ്പുലേഷൻ ഓഫ് ദ അപ്പർ എനർജി ലെവൽ N2 exceeds, highly far exceeds the population at the ലോവർ എനർജി ലെവൽ N1. ഓക്കെ, അപ്പം ഈ കേസിൽ എന്താണ്? N2 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ N1. അപ്പം ഈ ഒരു പ്രോസസ്സിൽ എന്താണ്? പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയാ. അപ്പം പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് എ കണ്ടീഷൻ ഫോർ ദ മെറ്റീരിയൽ ഇൻ വിച്ച് ദ population in the upper energy level, that is N1, will be very very higher than the population in the lower energy level, that is N2 will exceed N1. അപ്പോൾ നമുക്ക് ഫിഗർ വെച്ചിങ്ങാണ്ട് പഠിക്കാം. നോർമൽ സ്റ്റേറ്റിൽ എന്താണ്? E1ലാണ് മോർ ആറ്റംസ് ആൻഡ് E2ലും ഇതാണ്. ബട്ട് പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് സ്റ്റേറ്റ് എന്ന് പറയാം. സോ ദിസ് ഇസ് എ നോൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ. മറ്റേ തെർമൽ ഇക്വിലിബ്രിയം ആണ്, ഇത് നോൺ ഇക്വിലിബ്രിയം നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കണ്ടീഷൻ ആണ്. വേർ E2 ദ N2 വിൽ ബി ലൈക്ക് ദ population at the upper energy level is less greater than population at the lower energy level. So here in the normal condition, normal thermal condition, N1 is greater than N2, but in inverted condition, that is population inversion, N2 is greater than N2 is greater than N1. Okay, അപ്പോൾ in this condition നമ്മൾ പിന്നെ പറയാണ് the population distribution between the levels E1 and E2 is inverted. നമ്മൾ ഇൻവേർട്ട് ചെയ്യാണ്, നമ്മൾ എന്താണ് നോർമൽ കേസിനെ ഇൻവേർട്ട് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്. ഓക്കെ, ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇൻവേർട്ടഡ് സ്റ്റേറ്റ്. അതിനെ നമ്മൾ ഇൻവേർട്ടഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഞാൻ ഒന്നുകൂടി പറയാണ്, ദിസ് ഈസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആൻഡ് വളരെ ചെറിയ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഷോർട്ട് ടൈമിന് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ ആണെന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ എങ്ങനെയാണ് കൊണ്ടുവന്നത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ എംപ്ലോയിങ് പമ്പിംഗ് ടെക്നിക്സ്. പമ്പിംഗ് ടെക്നിക്സ് പറഞ്ഞില്ല, നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്നു. പമ്പിംഗ് ടെക്നിക്ക് പറഞ്ഞാൽ എനർജി പമ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുക. സോ അതെന്താ ചെയ്യുക? വിച്ച് ട്രാൻസ്ഫേഴ്സ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ, ദസ് അറ്റൈനിങ് പോപ്പുലേഷൻ ഇൻവേർഷൻ. സോ നമുക്ക് എന്താണ് പമ്പിംഗ് മെക്കാനിസംസ് നോക്കാം, അല്ലെങ്കിൽ പമ്പിംഗ് ടെക്നിക്സ് നോക്കാം. സോ പമ്പിംഗ് മെത്തേഡ്സ് നമ്മൾ പറയുന്നത്
എന്തിനാണ്? in order to create population inversion, in order to create the state of population inversion in ഒരു ആക്റ്റീവ് മീഡിയം, നമ്മളെ ലേസറിന്റെ മീഡിയം, the atoms in the materials have to be pumped or excited. നമ്മൾ കുറച്ച് എനർജി കൊടുത്തുകൊണ്ട് അതിനെ പമ്പ് ചെയ്ത് അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യാൻ കൊടുക്കണം to particular energy levels. അപ്പം ഇത് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സിൽ ചെയ്യാം. അതിൽ ഏതൊക്കെയാണ് മെത്തേഡ്സ്? കോമൺ മെത്തേഡ്സ് ഒപ്റ്റിക്കൽ പമ്പിംഗ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ പമ്പിംഗ് ഉണ്ട്, കെമിക്കൽ പമ്പിംഗ്, ഡയറക്റ്റ് പമ്പിംഗ്. സോ ഞാൻ ഒന്നും കൂടി പറയാം. പമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്രിയേറ്റ് സ്റ്റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ. നമുക്ക് എന്താണ്? എനർജി സപ്ലൈ ചെയ്തുകൊണ്ട് ആറ്റംസിനെ എക്സൈറ്റ് ചെയ്യണം. സോ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പമ്പിംഗ് മെത്തേഡ്സ്. അതിൽ മോസ്റ്റ് കോമൺ ആണ് ഒപ്റ്റിക്കൽ പമ്പിംഗ്, ഇലക്ട്രിക്കൽ പമ്പിംഗ്, കെമിക്കൽ പമ്പിംഗ് ആൻഡ് ഡയറക്റ്റ് പമ്പിംഗ്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നും കൂടി കടന്നു പോകാം. സോ ഫസ്റ്റ് വൺ ഒപ്റ്റിക്കൽ പമ്പിംഗ്. ഒപ്റ്റിക്കൽ പമ്പിംഗിൽ എന്താണ്? ആസ് ദ നെയിം suggest, it uses photons to excite atoms. So optical pumping it uses photons to excite the atom. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ലൈറ്റ് സോഴ്സ് കൊടുക്കണം. ലൈറ്റ് സോഴ്സ് such as a flash discharge tube is used to illuminate the laser medium, and the photon of appropriate frequency excite the atom to an upper energy level. അപ്പോൾ എന്താണ്? നമ്മൾ ഫോട്ടോൺസ് വെച്ചെങ്ങാണ്ട് എനർജി ആറ്റംസിനെ മേലോട്ട്, ലോവർ ലെയറിലുള്ള ആറ്റംസിനെ മേലോട്ട് ഇതാക്കുന്നു. സോ അതാണ് എന്ത്? ഒപ്റ്റിക്കൽ പമ്പിങ്. അപ്പോൾ ഒപ്റ്റിക്കൽ പമ്പിങ് എന്ത് തരം ലേസേഴ്സിനാണ് സ്യൂട്ടബിൾ? അവിടെ ട്രാൻസ്പാരന്റ് മീഡിയം ഉള്ള ലേസേഴ്സിനാണ് നല്ലത്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ പമ്പിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ എനി ലേസർ മീഡിയം ദാറ്റ് ഈസ് ട്രാൻസ്പാരന്റ് ടു പമ്പ് ലൈറ്റ്. നമ്മൾ പമ്പ് ലൈറ്റ് ട്രാൻസ്പാരന്റ് ആയ മീഡിയത്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഒപ്റ്റിക്കൽ പമ്പിംഗ് യൂസ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സിലാണ്. ഓക്കെ, നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ലേസർ ഒന്ന് പഠിക്കുന്നുണ്ട്. സോ അതിന് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ്. സോ ഒപ്റ്റിക്കൽ പമ്പിംഗ് ഈസ് യൂസ്ഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ പമ്പിംഗ്. നൗ കമ്മിങ് ടു സെക്കൻഡ് വൺ, ഇലക്ട്രിക്കൽ പമ്പിംഗ്. ഇലക്ട്രിക്കൽ പമ്പിംഗ് എന്താണ്? ഇലക്ട്രിക്കൽ പമ്പിംഗ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ലേസർ മെറ്റീരിയൽസ് എന്താണ്? കണ്ടക്ട് ചെയ്യണം, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക്കൽ പമ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ വേണം ലേസർ ക്യാവിറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മീഡിയത്തിന് മാത്രമേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇലക്ട്രിക്കൽ പമ്പിംഗ് can only be used in case of laser materials that can conduct electricity without destroying laser activity. അപ്പം ഇത് എങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ടാക്കണം? ഗ്യാസസ് ആണ്. സോ ദിസ് മെത്തേഡ് ഈസ് ലിമിറ്റഡ് ടു ഗ്യാസസ്. അപ്പം ഗ്യാസ് ലേസർ നമ്മൾ ഹീലിയം നിയോൺ ലേസർ ഗ്യാസ് ലേസർ ആണ്. അപ്പോൾ ഗ്യാസ് ലേസറിൽ എന്താണ്? ഇലക്ട്രിക്കൽ പമ്പിംഗ് ചെയ്യാൻ പറ്റും. അത് എന്താ ചെയ്യുന്നത്? നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുത്തുകൊണ്ട് ഗ്യാസിനെ അയണൈസ് ചെയ്യുന്നു. അപ്പോൾ അയണൈസ് ചെയ്ത് എന്താണ്? അവിടെ ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രിക് കറണ്ട് എന്താ ചെയ്യുക? ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്തും കണ്ട് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ആക്കും. സോ high voltage pulse initially ionizes the gas so that it conducts electricity. An electric current flowing through the gas excites the atom to the excited level from where they drop to the metastable state. Metastable level ne പറ്റി നമ്മൾ പഠിക്കും. പക്ഷേ metastable state ക്ക് വരുന്നു and leading to population inversion. So what happens is that the electric current excite atom to the excited level. അതാണ് ഇപ്പം. അപ്പോൾ ഇലക്ട്രിക്കൽ പമ്പിങ്ങിൽ കറണ്ട് വെച്ചെങ്ങാണ്ട് നമ്മൾ ചെയ്യാണ്. അത് ഗ്യാസിലാണ്, നമ്മൾ ഗ്യാസ് ലേസേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഹീലിയം നിയോൺ ഗ്യാസ് ലേസേഴ്സിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, കെമിക്കൽ പമ്പിങ്. കെമിക്കൽ നെയിം സജസ്റ്റ് എന്താണ്? പോപ്പുലേഷൻ റിസൾട്ട് ചെയ്യുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ്റെ കാരണം കൊണ്ട്, ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻസ്, എക്സോതെർമിക് റിയാക്ഷൻസ് വെച്ചെങ്ങാണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് കൂടുതൽ കെമിക്കൽ ലേസേഴ്സിലാണ് യൂസ്ഫുൾ, വേർ സ്യൂട്ടബിൾ എക്സോതെർമിക് റിയാക്ഷൻസ് വിത്ത് ആക്റ്റീവ് മെറ്റീരിയൽ റൈസസ് ദ സെയിം ടു ദ എക്സൈറ്റഡ് ലെവൽ. അപ്പം അത് ആറ്റംസിന് എക്സൈറ്റഡ് ലെവലിലേക്ക് ഇതാക്കിങ്ങാണ്ട് പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് റീസർ ഉണ്ട്, അതിൽ നമ്മൾ കെമിക്കൽ പമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then fourth one, direct pumping. Direct pumping യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ലേസേഴ്സിലാണ്. സോ സെമി കണ്ടക്ടർ ലേസേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജിയാണ്. എന്താണ് ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി? സോ in some semiconductor conductor lasers, a direct conversion of electrical energy to light energy takes place. അപ്പം ഇവിടെ എന്താണ്? ആറ്റംസ് അല്ല എക്സൈറ്റ് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണ്? ചാർജ് കാരിയേഴ്സ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ദ തിങ്സ് ദാറ്റ് ആർ എക്സൈറ്റഡ് and population inversion is achieved in the junction region. ജംഗ്ഷൻ റീജിയനിൽ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? റീകോമ്പിനേഷൻ വഴി. അതാണ് ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്യുമ്പോൾ പ്രോസസ്സിലാണ് എന്താണ്? ആ കോമ്പിനേഷൻ പ്രോസസ്സിൽ നമ്മൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ദ electrons recombine with holes in the junction producing light. Okay, laser light. So അങ്ങനെയാണ് ഡയറക്റ്റ് പമ്പിംഗ് നടക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 4 മെത്തേഡ്സ്, പമ്പിംഗ് മെത്തേഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ പമ്പിംഗ്, ഇലക്ട്രിക്കൽ പമ്പിംഗ്, കെമിക്കൽ പമ്പിംഗ് ആൻഡ് ഡയറക്റ്റ് പമ്പിംഗ്. ഓക്കെ, സോ ഇതാണ് 4 ടൈപ്സ് ഓഫ് പമ്പിംഗ് മെത്തേഡ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ,
അങ്ങനെയാണെങ്കിൽ സോ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്. സോ ദാറ്റ് ഈസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് അവിടെ പറഞ്ഞു, ഗ്യാസ് ലേസറിന്റെ കേസിൽ പറഞ്ഞു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നൊരു ഇതുണ്ട് എന്നുള്ളത്. സോ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പറയാണ് നമ്മൾ ഫസ്റ്റ് എന്താണ് ഇപ്പം നമ്മളെ ഫസ്റ്റ് 3 കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതിലൊന്ന് റോ ഡെൻസിറ്റി കൂട്ടാൻ, അത് ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ പോപ്പുലേഷൻ കൂട്ടുക എന്നുള്ളത്, അത് നമ്മൾ ചെയ്തു. പക്ഷെ ഒന്നുകൂടി കൂട്ടാണ് ഞാൻ പറഞ്ഞു 1/the constant A21, that is the mean ലൈഫ് ടൈം കൂട്ടാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതാണ് എന്നുള്ളത്. സോ ഈ മീൻ ലൈഫ് ടൈം കൂട്ടാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ള പോയിന്റുമാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ് എത്തുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നോർമലി നമുക്ക് പറയാൻ പറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആറ്റംസിന് എന്താണ് ഷോർട്ടർ ലൈഫ് ടൈം ആണുള്ളത് അല്ലെ, ഷോർട്ടർ ലൈഫ് ടൈം ആണ്. ആൻഡ് ആറ്റംസ് ഡു നോട്ട് സ്റ്റേ ഇൻ ദി ലോങ് ഇനഫ് ഫോർ ഇറ്റ് ടു ബി സ്റ്റിമുലേറ്റഡ്. സ്പോണ്ടേനിയസ് എമിഷൻ വെച്ചും കണ്ടെന്ന് താഴെയാണ്. സോ നോർമലി എക്സൈറ്റഡ് ആറ്റംസ് ഹാവ് short lifetimes and atoms do not stay long enough at the excited state to be stimulated. അപ്പം അതുകൊണ്ട് എന്താണ്, ഈവൻ നമ്മൾ പമ്പിങ് ചെയ്താലും എന്താണ്, പമ്പിങ് ചെയ്തുകൊണ്ട് എക്സൈറ്റഡ് ആറ്റംസിനെ എക്സൈറ്റ് ചെയ്താലും എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ കാരണം അത് തിരിച്ചു വരും. ഓക്കെ, സോ ഈവൻ ദോ pumping agent continuously raises the atoms to the excited level, they undergo spontaneous transition and rapidly return to the lower state. അപ്പോൾ നമുക്ക് എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ നമ്മൾ വരുത്താൻ നോക്കിയാലും ഇവിടെ എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ വെച്ചുകൊണ്ട് ഇതാക്കുന്നുണ്ട്. സോ വി നീഡ് എ സ്റ്റേറ്റ് വെയർ ദ ആറ്റംസ് ഹാസ് എ ലോങ്ങർ ലൈഫ് ടൈം, കൂടുതൽ ലോങ്ങർ ലൈഫ് ടൈമിലൊരു സ്റ്റേറ്റ് കണ്ടുപിടിക്കാം, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ദ കണ്ടീഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ ദ എക്സൈറ്റഡ് ആറ്റംസ് ആർ റിക്വയർഡ് ടു വെയിറ്റ്. ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം, എന്ത് സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ നടക്കരുത്, നമുക്ക് സ്റ്റിമുലേറ്റഡ് ട്രാൻസിഷൻ നടക്കണം. സോ ഒരു സ്റ്റേറ്റിൽ വെയിറ്റ് ചെയ്യണം. സോ ദേ ഹാവ് റിക്വയർഡ് ടു വെയിറ്റ് അറ്റ് ദ അപ്പർ എനർജി ലെവൽ ടിൽ എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നത്, ടിൽ എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് അക്യുമുലേറ്റ് അറ്റ് ദാറ്റ് ലെവൽ. ഞാൻ ഒന്നും കൂടി പറയാം, എന്താണ് നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കണമെങ്കിൽ എന്താണ് N2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ N1. സോ N2 ഗ്രേറ്റർ ദാൻ N1 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നമ്മൾ എന്താണ് പമ്പിങ് ഏജന്റ് വെച്ചങ്ങാണ്ട് കൊടുക്കുന്ന മേലോട്ട് കൊണ്ടുപോകുന്ന ഇലക്ട്രോൺസ് അവിടെ കുറച്ച് നേരം നിൽക്കണം. അത് കുറെ ആൾക്കാർ അവിടെ അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാതും കുറച്ച് നേരം അവിടെ നിൽക്കണം. സോ ഇറ്റ് ഹാസ് ടു വെയിറ്റ് അറ്റ് ദാറ്റ് ഹയർ എനർജി ലെവൽ. ഓക്കെ, ഇറ്റ് ഹാസ് ടു വെയിറ്റ് അറ്റ് ദാറ്റ് ഹയർ എനർജി ലെവൽ. അപ്പം അങ്ങനത്തെ ഒരു എനർജി ലെവൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ് വെച്ചുകൊണ്ടാണ്. ദാറ്റ് ഈസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് വെച്ചുകൊണ്ടാണ് എന്ത് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അതിൽ ആറ്റത്തിന്റെ ടൈം അല്ലെങ്കിൽ മീൻ ലൈഫ് ടൈം പറഞ്ഞാൽ 10⁻⁻6 to 10⁻⁻3 സെക്കൻഡ്സ് ആയിക്കാരം. യൂഷ്വലി എത്രയും 10⁻⁸ സെക്കൻഡ്സ് ആണ്. അപ്പോൾ അതിനെക്കാട്ടും കുറവ് പക്ഷെ കൂടുതൽ ലൈഫ് ടൈം അവിടെ കൊടുക്കുകയാണ്. സോ ഹിയർ atom excited to a metastable state will remain excited for an appreciable time which is of the order 10⁻⁶ to 10⁻⁻3 seconds. 10⁻⁻6 to 10. അപ്പോൾ എന്താണ് ഇത് പറഞ്ഞാൽ നോർമൽ കേസിൽ 10⁻3 to 10⁻6 times the lifetime of the ordinary excited energy levels ആണ്. ഓക്കെ, അപ്പോൾ മെറ്റാസ്റ്റേബിൾ എനർജി ലെവൽസ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ ടൈം തരികയാണ് by increasing the mean lifetime of the particular level. So metastable state allows accumulation of large number of excited atoms at that level by giving us more lifetime. Okay, clear അല്ല? അങ്ങനെയാണെങ്കിൽ ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് പോപ്പുലേഷൻ എന്താണ്, താഴത്തെ പോപ്പുലേഷൻ കാട്ടി എക്സീഡ് ചെയ്യാം ആൻഡ് നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാം. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്താൽ എന്താണ് നമുക്ക് സിമുലേറ്റഡ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ലേസിംഗ് മീഡിയത്തിൽ സസ്റ്റെയിൻ ലേസിംഗ് നടക്കും. സോ ദ മെറ്റാസ്റ്റേബിൾ പോപ്പുലേഷൻ ക്യാൻ എക്സീഡ് ദി പോപ്പുലേഷൻ അറ്റ് ദി ലോവർ ലെവൽ ആൻഡ് എസ്റ്റാബ്ലിഷ് ദ കണ്ടീഷൻ ഫോർ പോപ്പുലേഷൻ ഇൻവേർഷൻ ഇൻ ദ ലേസിംഗ് മീഡിയം. അപ്പം പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഇറ്റ് റെഡിലി ടേക്സ് പ്ലേസ് ആസ് ദ ലൈഫ് ടൈം ഇവിടെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അവിടെ നടക്കും. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ റെഡിലി ടേക്സ് പ്ലേസ് ആസ് ദ ലൈഫ് ടൈം ഓഫ് ദീസ് ലെവൽസ് ആർ ലാർജ്. ഓക്കെ, ഫസ്റ്റ് അത് ഒരു കേസ്. പിന്നെ സെക്കൻഡ്ലി എന്താണ് ഇത് ലോക്കലൈസ്ഡ് ലെവൽസ് ആണ്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല ഇത് ഫില്ല് ചെയ്യാൻ. അതുകൊണ്ട് എന്താണ് ഇത് ടൈം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. സോ സെക്കൻഡ്ലി ദർ ഈസ് നോ കോമ്പറ്റീഷൻ ഇൻ ഫില്ലിംഗ് ദീസ് ലെവൽസ്. സോ ആസ് ദീസ് ആർ ലോക്കലൈസ്ഡ് ലെവൽ, നമ്മളായിട്ട് ഉണ്ടാകുന്ന ലോക്കലൈസ്ഡ് ലെവൽസ് ആണ്. സോ ദർ ഈസ് നോ കോമ്പറ്റീഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പോപ്പുലേഷൻ ഇൻവേർഷനും ലേസിംഗ് ആക്ഷനും നടക്കണമെങ്കിൽ മെറ്റാസ്റ്റേബിൾ
states വേണം. If metastable states do not exist, population inversion will not exist, or inversion, there could not be population inversion and hence no laser action. Therefore, there could be no population inversion and hence no laser action if metastable state does not exist. അപ്പോൾ metastable state ഉണ്ടെങ്കിൽ ഈ പ്രോസസ് നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ ഇൻവേർഷനും പമ്പിങ് ഏജന്റും ഒക്കെ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണ്? നമ്മളെ നോർമൽ എനർജി സ്റ്റേറ്റ് എന്താണ് ഭയങ്കര അൺസ്റ്റേബിൾ ആണ്, അവിടെ 10⁻⁻8 സെക്കൻഡിലേ നിർത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ എന്താണ് intermediate state create ചെയ്യാണ് which has a more lifetime. So we make the atoms that go to the higher energy state to come to the metastable state. നമ്മൾ വേറൊരു മെറ്റാസ്റ്റേബിൾ നമ്മൾ ഇതിനെപ്പറ്റി നെക്സ്റ്റ് ശരിക്കും പഠിക്കും. പക്ഷെ എന്താണ് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണ ഇപ്പം ഇതിൽ ലോവർ എനർജി സ്റ്റേറ്റ് ഹയർ എനർജി സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് എന്താണ് നമ്മളൊരു വേറെ സ്റ്റേറ്റിലേക്ക് ഇതാക്കുന്നു. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ എന്താണ് ഹയർ ലൈഫ് ടൈം ഉണ്ട്. സോ ഇറ്റ് വുഡ് സ്റ്റേ ദെയർ ലോങ് ഇനഫ് ടു അച്ചീവ് ദ സ്റ്റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പം അവിടെ അത് കുറച്ച് നേരം കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ആ സമയം കൊണ്ട് എന്താണ് നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്താൽ നമുക്ക് എന്താണ് സസ്റ്റെയിൻഡ് ലേസിങ് നടക്കും. സോ ഇതാണ് എന്ത് ലേസർ ആക്ഷനിൽ വേണ്ട കാര്യങ്ങൾ. സോ നമ്മൾ പമ്പിങ് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ പറഞ്ഞു, അതിൽ കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻ ലേസിങ് പറഞ്ഞു. ദെൻ അതിൽ തന്നെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യണം. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ പമ്പിങ് ഏജൻസ് വേണം, പമ്പിങ് മെത്തേഡ്സ് പറഞ്ഞു. ദെൻ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ എന്നുള്ള കാര്യം കൂടി പറയുന്നു. സോ ഇതാണ് ആ ഒരു പോർഷനിൽ വരുന്ന ടോപ്പ് കണ്ടന്റ്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താണ് വാട്ട് ഈസ് മെന്റ് ബൈ പോപ്പുലേഷൻ ഇൻവേർഷൻ. മെയ് 2025 3 മാർക്സിന് കൊടുത്താണ്. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണ്? It is the non-equilibrium state in which the number of atoms in the upper level, that is E2, is far exceeds the number of atoms at the E1 level. Okay, why is it necessary? Because to achieve lacing action we need population inversion. Right, നമ്മൾ പറയുന്നത് why is it necessary for lacing action അതൊന്നും എഴുതാം. Then why metastable state is necessary? നമ്മൾ പറഞ്ഞു മെറ്റാസ്റ്റേബിൾ എന്താണ്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായാൽ മാത്രമേ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ, ആൻഡ് ഹെൻസ് ലേസർ ആക്ഷനും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യം പറയാം. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണ്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് യൂഷ്വലി ഇതൊക്കെ എഴുതുമ്പോൾ പറഞ്ഞാൽ ആദ്യം നമ്മൾ നോർമൽ കേസ് എഴുതാം. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. യൂഷ്വലി 10⁻⁻8 സെക്കൻഡ്സേ നിൽക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് അത് പോരാ. അപ്പം നമുക്ക് ഈ ആറ്റംസ് ഹയർ സ്റ്റേറ്റിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. സോ വെയിറ്റ് ചെയ്യാൻ നമ്മളെ ഒരു എക്സ്ട്രാ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് ലെറ്റ്സ് സേ an intermediate state ഉണ്ടാക്കുകയാണ് where they have longer lifetime, so they can achieve population inversion and hence laser action. Okay, അതും 3 മാർക്സിന് കൊടുത്താണ് ചോദിച്ചതാണ് ഡിസംബർ 2024. ദെൻ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 6 മാർക്സിന് ചോദിച്ചത് ഡിസംബർ 2024 ഫോർ ഫിസിക്കൽ സയൻസ് ലൈക്ക് ഇലക്ട്രിക്കൽ സയൻസിൽ ഫിസിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസിൽ അവിടെ ചോദിച്ചത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ പോപ്പുലേഷൻ ഇൻവേർഷൻ, പമ്പിങ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ റെസനേറ്റർ. ഇതിൽ ഇൻവേർഷനും പോപ്പുലേഷൻ ഇൻവേർഷന്, പമ്പിങ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഒപ്റ്റിക്കൽ റെസനേറ്റർ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. സോ ഇതൊക്കെയാണ് ചോദിച്ചത്. സോ ദീസ് ആർ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. സോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരുന്നത്. ഓക്കെ, സോ ഇന്നൊക്കെ ഇതേ ഉള്ളൂ. സോ ഞാനൊന്നും കൂടി ഒന്ന് ലൈക്ക് പറയാം. ഇന്ന് നമ്മൾ പഠിച്ചത് ഒപ്റ്റിക്കൽ പ്രോസസ്സ് പഠിച്ചു, അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, ഇതിൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേസർ പറഞ്ഞു. അതിൽ തന്നെ എങ്ങനെയാണ് ലേസിങ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കണ്ടീഷൻ പഠിച്ചു. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ, ദെൻ പമ്പിങ് മെത്തേഡ്സ്, ദെൻ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിലബസിന്റെ ലൈക്ക് അക്കോർഡിംഗ് ടു സിലബസ് നമ്മൾ എന്തൊക്കെ പഠിക്കും? നമ്മൾ ബേസിക് കമ്പോണൻസ് ഓഫ് ലേസർ പഠിക്കും, ടൈപ്സ് ഓഫ് ലേസേഴ്സ് പഠിക്കും, ദെൻ ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത പറയുന്നത് പക്ക തിയറിയാണ്. സോ തിയറി പക്ഷേ പഠിക്കുമ്പോൾ ഇത് എന്താണ് വലുതാക്കി തിയറി എന്താ പറയുക ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഇപ്പൊ പറഞ്ഞതൊക്കെ നമ്മൾ ഡയഗ്രാം വെച്ചുകൊണ്ട് മനസ്സിലാക്കി നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളൂ. ഡയഗ്രാം വെച്ചാൽ മനസ്സിലാകുന്നതാണ്. സോ ഡയഗ്രാം വെച്ച് പഠിക്കുക, പ്രോപ്പറായിട്ട് പഠിക്കുക, ആൻഡ് ഇക്വേഷൻസ് ഒക്കെ പ്രോപ്പറായി നോട്ട് ചെയ്യുക. ദെൻ ആ കണ്ടീഷൻസ് നമ്മളിങ്ങനെ എന്താ പറയുക കണ്ടീഷൻസ് മനസ്സിലാകുമ്പോൾ തന്നെ പ്രോസസ്സും മനസ്സിലാവും. ഓരോ കണ്ടീഷൻ സസ്റ്റെയിൻ ലേസിങ് നടക്കേണ്ട കണ്ടീഷൻ മനസ്സിലാകുമ്പോൾ അവിടെ എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. സോ അത് വെച്ചെങ്ങാണ്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബേസിക് കമ്പോണൻസ് ഓഫ് ലേസറും ടൈപ്സ് ഓഫ് ലേസറും പഠിക്കണം. ദെൻ ആപ്ലിക്കേഷൻസ് ആൻഡ് ഓൾ.
So until then, bye from Franklin Lectures. Thank you.